നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോളിമേഴ്സ് എന്ന് പറയുന്ന +2 കെമിസ്ട്രിയിലെ ഒരു ചാപ്റ്റർ ആണ്. പോളിമേഴ്സ്. പോളിമേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നോക്കേണ്ടത്. പോളിമേഴ്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോളിമേഴ്സ് എന്ന് പറയുന്നത് വലിയ വലിയ മോളിക്യൂൾസ് ആണ്. പോളിമേഴ്സ് എന്ന് പറയുന്ന വലിയ വലിയ മോളിക്യൂൾസ് ആണ്. മോളിക്കുലർ മാസ് കൂടിയ മോളിക്യൂൾസ് ആണ് എന്ന് പറയുന്ന പോളിമേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു കുറെ കുഞ്ഞു കുഞ്ഞു മുത്തുകൾ ഇങ്ങനെ ചേർത്ത് വെച്ച് വലിയൊരു മുത്തുമാല ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ കുറെ കുഞ്ഞു കുഞ്ഞു മുത്തുകളെ ചേർത്ത് വെച്ചൊരു വലിയ മുത്തുമാല ഉണ്ടാക്കുന്നത് പോലെ കുറെ അധികം മോളിക്യൂളുകളെ ചേർത്ത് വെച്ച് ഒരു വലിയ മോളിക്യൂളിനെ നിർമ്മിക്കുന്നെങ്കിൽ ആ വലിയ മോളിക്യൂളിനെ നമ്മൾ പോളിമറുകൾ എന്ന് വിളിക്കും. ആ വലിയ മോളിക്യൂളുകളെ നമ്മൾ എന്ത് പേര് വിളിക്കും? പോളിമർ എന്ന് വിളിക്കും. ഈ കുഞ്ഞു കുഞ്ഞു അടുക്കി വെക്കുന്ന ചെറിയ ചെറിയ മോളിക്യൂളുകൾ ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് മോണോമർ. അപ്പോ പോളിമർ എന്ന് വെച്ച് കഴിഞ്ഞാല് മോളിക്കുലർ മാസ് കൂടിയ വലിയ മോളിക്യൂളുകളെയാണ് നമ്മൾ പോളിമറുകൾ എന്ന് വിളിക്കുന്നത്. പോളിമറുകൾ ഉണ്ടാക്കിയിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു മോളിക്യൂളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മോണോമറുകൾ എന്ന് വിളിക്കുന്നത്. ഇനി മോണോമറുകൾ ചേർത്ത് പോളിമർ ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം. മോണോമറുകൾ ചേർന്ന് പോളിമർ ഉണ്ടാവുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിമറൈസേഷൻ റിയാക്ഷൻ. മോണോമറുകളെ ചേർത്ത് വെച്ച് പോളിമറിനെ നിർമ്മിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പോളിമറൈസേഷൻ റിയാക്ഷൻ എന്ന് പറയും. ഇനി പോളിമേഴ്സിന് ഏകദേശം 10⁻³ മുതൽ 10⁻7 യൂണിറ്റ് വരെ മോളിക്കുലർ മാസ് വരാം എന്നാണ് പറയുന്നത്. പോളിമേഴ്സ് എന്ന് പറയുന്നത് മാക്രോ മോളിക്യൂൾസ് ആണ്. Polymers are macro molecules because they are larger molecules which having higher molecular mass. ഇനി നമുക്ക് എക്സാമ്പിളുകളിലേക്ക് പോകാം. ഫോർ എക്സാമ്പിൾ, CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്ന മോളിക്യൂൾ, എത്തീൻ എന്ന് പറയുന്ന മോളിക്യൂൾ കുറെ അധികം ഇങ്ങനെ ചേർക്കുന്നു എന്ന് വിചാരിക്കുക. എത്തീൻ എന്ന് പറയുന്ന മോളിക്യൂൾ കുറെ എത്തീൻ മോളിക്യൂളുകളെ പരസ്പരം ചേർക്കുന്നു എന്ന് വിചാരിക്കുക. പ്ലസ് എക്സെട്ര, അവസാനിക്കുന്നില്ല, കുറേയധികം മോളിക്യൂളുകളെ പരസ്പരം ചേർക്കുന്നു. എത്തീൻ എന്ന് പറയുന്ന കുറേയധികം മോളിക്യൂളുകളെ നമ്മൾ ചേർക്കുന്ന സമയത്ത് ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ കൊടുക്കുന്നു, അല്ലെങ്കിൽ റിയാക്ഷൻ നടക്കത്തില്ല. ഹൈ ടെമ്പറേച്ചറിൽ ഹൈ പ്രഷർ കൊടുക്കുമ്പോൾ ഈ ഡബിൾ ബോണ്ടുകളിലെ എല്ലാത്തിലെ ഓരോ ബോണ്ടുകൾ വീതം മുറിയുകയും എല്ലാം പരസ്പരം ചേർന്ന് ഒരു വലിയ നീളമുള്ള ചെയിനായി മാറുകയും ചെയ്യും. അതായത് എങ്ങനെ എഴുതാം? CH2 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 ഇവയെ തമ്മിൽ ചേർത്ത് വരയ്ക്കുക. ഇങ്ങനെ വലിയൊരു പോളിമർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. ഈ വലിയ നീളമുള്ള പോളിമറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിത്തീൻ. ഈ വലിയ പോളിമറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പോളിത്തീൻ. അപ്പോൾ എത്തീൻ എന്ന് പറയുന്ന കുഞ്ഞു കുഞ്ഞു മോളിക്യൂളുകളെ ചേർത്ത് വെച്ചുണ്ടാക്കുന്ന വലിയ പോളിമറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പോളിത്തീൻ അല്ലെങ്കിൽ പോളി എത്തീൻ എന്ന് വിളിക്കുന്നു. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതാം. CH2 ഡബിൾ ബോണ്ട് CH2ന്റെ എത്ര മോളിക്യൂൾസ് ഇവിടെ റിയാക്ഷനിൽ പങ്കെടുക്കണേ അറിയത്തില്ല. കറക്റ്റ് എണ്ണം നമുക്ക് അറിയത്തില്ല. അപ്പൊ എത്ര മോളിക്യൂൾസ് നടക്കുന്നു? N മോളിക്യൂൾസ് ആണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നതെന്ന് വിചാരിക്കുക. N മോളിക്യൂൾസ് ഓഫ് എത്തീൻ ആണ് ഇവിടെ റിയാക്ട് ചെയ്യുന്നത് എങ്കിൽ ഉണ്ടാകുന്ന സമയത്ത് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ CH2 സിംഗിൾ ബോണ്ട് CH2 ആവും. വര ബ്രാക്കറ്റ് എത്ര ടൈംസ്? N ടൈംസ്. ഇതിനെ നമ്മൾ എത്തീൻ എന്നാണ് വിളിക്കുന്നത്. ഇതിൽ നിന്നുണ്ടാവുന്ന ഈ മോളിക്യൂളിനെ നമ്മൾ വിളിക്കുന്ന പേര് പോളിത്തീൻ എന്നാണ്. ഓർക്കുക, എത്തീൻ മോളിക്യൂളുകളെ അടുക്കി വെച്ചുണ്ടാക്കുന്ന പോളിമറിനെ വിളിക്കുന്ന പേര് എന്താണ്? പോളിത്തീൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചത് എത്തീൻ എന്ന് പറയുന്ന CH2 ഡബിൾ ബോണ്ട് CH2ന്റെ N മോളിക്യൂൾസിനെ ചേർത്ത് വയ്ക്കുന്നു. ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ കാറ്റലിസ്റ്റ് ഇതെല്ലാം കൊടുക്കുന്നു. അപ്പോൾ എന്തായി മാറുന്നു? CH2 സിംഗിൾ ബോണ്ട് CH2 വര ബ്രാക്കറ്റ് ഇടുക, N ടൈംസ് എന്ന് എഴുതുക. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് എത്തീൻ എന്നാണ്. അടുത്തതിനെ നമ്മൾ വിളിക്കുന്ന പേര് പോളിത്തീൻ എന്നാണ്. ഇനി ഇതൊരു പോളിമറിന്റെ എക്സാമ്പിൾ ആണ്. ഇതൊരു മോണോമർ, എത്തീൻ എന്ന് പറയുന്ന മോണോമർ ചേർത്തുണ്ടാകുന്ന പോളിമർ ആണ് എന്ന് പറയുന്നത് പോളിത്തീൻ. രണ്ടാമത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം.
രണ്ട് ടൈപ്പ് മോണോമറുകൾ ചേരണം. ഇപ്പൊ ഒരു വലിയ മുത്തുമാല ഉണ്ടാക്കുന്നു, അവിടെ രണ്ട് ടൈപ്പ് മുത്തുകൾ ഉപയോഗിക്കുന്നു, പച്ച മഞ്ഞ. പച്ച മുത്ത്, മഞ്ഞ മുത്ത്, അടുത്ത പച്ച ഒരു മുത്ത് വയ്ക്കുന്നു, പിന്നെ ഒരു മഞ്ഞ മുത്ത് വയ്ക്കുന്നു, ഒരു പച്ച മുത്ത് വയ്ക്കുന്നു, ഒരു മഞ്ഞ മുത്ത് വയ്ക്കുന്നു. അങ്ങനെ രണ്ട് ടൈപ്പ് മോളിക്യൂളുകളെ ഒന്നിടവിട്ട് ചേർത്ത് വെച്ച് ഒരു വലിയ പോളിമർ ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. നമുക്ക് വരച്ചു നോക്കാം. ഇപ്പോ ഹെക്സാ മെത്തിലീൻ ഡയമീൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ എടുക്കുന്നു. ഹെക്സാ മെത്തിലീൻ ഡൈഅമീൻ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ എടുക്കുന്നു. അഡിപ്പിക് ആസിഡ് എന്ന് പറയുന്ന മറ്റൊരു മോളിക്യൂൾ എടുക്കുന്നു. അഡിപ്പിക് ആസിഡ് എന്ന് പറയുന്ന മറ്റൊരു മോളിക്യൂൾ എടുക്കുന്നു. ഹെക്സാമെത്തിലീൻ ഡയമീന്റെ ഫോർമുല മെത്തിലീൻ എന്ന് പറഞ്ഞാൽ CH2 ആണ്. ഹെക്സ എന്ന് പറയുമ്പോൾ 6 CH2. ഡൈഅമീൻ എന്ന് പറയുമ്പോൾ ലെഫ്റ്റില് NH2. ഹെക്സാമെത്തിലീൻ ഡയമീന്റെ N മോളിക്യൂൾസ് എടുക്കുന്നു. ഹെക്സാമെത്തിലീൻ ഡയമീന്റെ N മോളിക്യൂൾസ് നമ്മൾ എടുക്കുന്നു. അഡിപ്പിക് ആസിഡ് N മോളിക്യൂൾസ് എടുക്കുന്നു. CH2 4 times, COOH. ഹെക്സാമെത്തിലീൻ ഡയമീനും അഡിപ്പിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യിക്കുന്നു. റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് ഇതിന്റെ രണ്ടിന്റെ N മോളിക്യൂൾസ് ആണ് റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും? NH2-ൽ നിന്ന് H-ഉം COOH-ൽ നിന്ന് OH-ഉം കൂടെ ചേർന്ന് എന്തായി പോവും? വാട്ടറായി പോവും. ഇവിടത്തെയും COOH-ൽ നിന്ന് OH പോകുന്നു, ഇവിടത്തെയും NH2-ൽ നിന്ന് എന്ത് പോകുന്നു? H പോകുന്നു. എപ്പോഴും NH2-ൽ നിന്ന് H കളയുക, കാരണം ഇവിടെ വേറൊരാളുടെ കൂടെ ഒന്ന് ലിങ്ക് ചെയ്യും, ഇവിടെ അടുത്ത ആൾ വന്ന് ലിങ്ക് ചെയ്യും. അതിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. NH2-ൽ നിന്ന് H കളയുക, ഇവിടത്തെ NH2-ൽ നിന്ന് H കളയുക, COH-ൽ നിന്ന് OH കളയുക. സാധാരണ ഇതിൽ എന്താ സംഭവിക്കുന്നത്? അടുത്തടുത്ത മോളിക്യൂളുകളിലെ NH2-ലെ H-ഉം COH-ലെ OH ചേർന്ന് എന്തായി പോകും? വാട്ടറായി പോവുകയാണ് ചെയ്യുന്നത്. അത് എല്ലാം നമ്മൾ കാണിക്കേണ്ട. COH-ൽ നിന്ന് OH കളയുക, NH2-ൽ നിന്ന് H കളയുക, എന്നിട്ട് ഇവര് തമ്മിൽ കണക്ട് ചെയ്യും. അപ്പൊ എന്താവും? ഇവിടെ എന്തൊന്നുണ്ട് ബാക്കി? NH ഉണ്ട്, CH2 6 times, ബാക്കി ഇവിടെ ആരുണ്ട്? NH ഉണ്ട്, CO, CH2 4 times, CO. ഞാൻ നീണ്ടു പോവുകയാണ്. എത്ര ടൈംസ് ഉണ്ട്? N മോളിക്യൂൾസ് ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എത്ര മോളിക്യൂൾസ് തന്നെ വരും? N മോളിക്യൂൾസ് തന്നെ വരും. ഈ ഒരു പോളിമർ, ഈ ഒരു നീളമുള്ള നീണ്ടു പോകുന്ന ഈ ഒരു പോളിമർ എന്ന് പറയുന്നത് കൃത്രിമമായി ഉണ്ടാക്കുന്ന നൂലാണ്. നൂലായതുകൊണ്ട് ഇതിനെ നമ്മൾ നൈലോൺ എന്ന് വിളിക്കും. ഇതിൽ നോക്കുക, ആദ്യത്തെ കോമ്പൗണ്ടിൽ 6 കാർബണാണ് ടോട്ടൽ ഉള്ളത്. രണ്ടാമത്തെ കോമ്പൗണ്ടിലും ആകെ ഉള്ളത് ഇവിടെ 4 കാർബൺ, ഇവിടെ 5, ഇവിടെ 6. സോ 6 കാർബൺ ഉണ്ട്. സോ 6 എന്ന് പേര്, നൈലോൺ 6. അപ്പൊ നൈലോൺ 6 എന്ന് പറയുന്ന പോളിമർ ഉണ്ടാക്കിയിരിക്കുന്നത് ഏതൊക്കെ കൊണ്ടാണ്? ഹെക്സാമെത്തിലീൻ ഡയമീനും അഡിപ്പിക് ആസിഡും കൊണ്ടാണ്. ഹെക്സാമെത്തിലീൻ ഡയമീനും അഡിപ്പിക് ആസിഡും ചേർന്നുണ്ടാകുന്ന പോളിമർ ആണ് എന്ന് പറയുന്നത് നൈലോൺ 6. അപ്പൊ നിങ്ങൾ രണ്ട് പോളിമറുകൾ കണ്ടു. ഈ രണ്ട് പോളിമറുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫസ്റ്റ് പോളിമറിൽ ഇവിടെ എത്തീൻ എന്ന് പറയുന്ന ഒരു മോണോമർ മാത്രമേ ഉള്ളൂ. ഒരു മോണോമർ മാത്രമുള്ള പോളിമറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോ പോളിമർ. അപ്പോൾ എന്താണ് ഹോമോ പോളിമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോളിമർ കൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി വൺ ടൈപ്പ് ഓഫ് എന്താണ് മോണോമർ യൂണിറ്റ്സ് ആർ കാൾഡ് ഹോമോ പോളിമർ. ഇനി രണ്ടാമത്തെ മോളിക്യൂളിൽ 2 മോണോമറുകൾ ഉണ്ട്. സോ ഇതിനെ നമ്മൾ കോപോളിമർ എന്ന് വിളിക്കും. പോളിമർ which consist of 2 monomer units are called copolymer. Clear അല്ലേ? അപ്പൊ ഹോമോ പോളിമറും കോപോളിമറും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഹോമോ പോളിമർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ മോണോമർ യൂണിറ്റ് ഉള്ള പോളിമറുകളെയാണ് നമ്മൾ ഹോമോ പോളിമർ എന്ന് വിളിക്കുന്നത്. ഒന്നിൽ കൂടുതൽ മോണോമറുകളുള്ള പോളിമറുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോപോളിമർ എന്ന് വിളിക്കുന്നു. ഇനി ഇവിടെ ഹോമോ പോളിമർ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് മോണോമർ മാത്രമുള്ളതിനെ ഹോമോ പോളിമർ എന്നും, ഒന്നിൽ കൂടുതൽ ടൈപ്പ് മോണോമർ ഉള്ളതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? കോപോളിമർ എന്നും വിളിക്കുന്നു. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഹോമോപോളിമർ കോപോളിമർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരു പോയിന്റ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ എത്തീൻ മോളിക്യൂളുകളെ, ഒരു എത്തീൻ മോളിക്യൂൾ, അടുത്തൊരു എത്തീൻ മോളിക്യൂൾ, അടുത്തൊരു എത്തീൻ മോളിക്യൂൾ, ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഒരു വലിയ പോളിമർ ഉണ്ടാക്കിയത്. സോ ഈ പോളിമറിനെ, എത്തീൻ എന്ന് പറയുന്ന പോളിമറിനെ നമ്മൾ അഡിഷൻ പോളിമർ എന്നും വിളിക്കാറുണ്ട്. അഡിഷൻ പോളിമർ അല്ലെങ്കിൽ ചെയിൻ ഗ്രോത്ത് പോളിമർ എന്നും വിളിക്കാറുണ്ട്. അഡിഷൻ പോളിമറിന്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? ചെയിൻ ഗ്രോത്ത് പോളിമർ എന്ന് വിളിക്കും.
അപ്പോൾ ഓർക്കുക, മോണോമർ യൂണിറ്റുകൾ പരസ്പരം ചേർത്ത് വെച്ച് മോണോമർ യൂണിറ്റുകളെ പരസ്പരം ചേർത്ത് വെച്ച് നിങ്ങൾക്ക് എന്തിനെ ഉണ്ടാക്കാൻ കഴിയും? പോളിമറിനെ ഉണ്ടാക്കാൻ കഴിയും. അതിനെ നമ്മൾ അഡിഷൻ പോളിമർ എന്നാണ് വിളിക്കുന്നത്. ഇനി അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്? ചെയിൻ ഗ്രോത്ത് പോളിമർ എന്ന് വിളിക്കും. ഇവിടെ നോക്കിയേ, മോണോമർ യൂണിറ്റുകൾ പരസ്പരം ചേരുമ്പോൾ അതിനിടയിൽ നിന്ന് വാട്ടർ പോവുകയല്ലേ. മോണോമർ യൂണിറ്റുകൾ പരസ്പരം ചേരുമ്പോൾ അവയ്ക്കിടയിൽ നിന്ന് വാട്ടർ പോകുന്നത് കൊണ്ട് ഇതിനെ കണ്ടൻസേഷൻ പോളിമർ എന്ന് വിളിക്കും. ഈ പോളിമറിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? കണ്ടൻസേഷൻ പോളിമർ എന്ന് വിളിക്കും. അല്ലെങ്കിൽ മറ്റൊരു പേരാണ് സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമർ. മറ്റൊരു പേരെന്താണ്? സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമർ. അപ്പൊ പോളിമറുകള് രണ്ട് ടൈപ്പ് ഉണ്ട്. അഡിഷൻ പോളിമറും ഉണ്ട്, കണ്ടൻസേഷൻ പോളിമർ. കണ്ടൻസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോണോമറും വേറൊരു മോണോമറും കൂടെ ചേരുന്ന സമയത്ത് ആ ചേരുന്ന ഭാഗത്ത് നിന്ന് വാട്ടറോ അമോണിയയോ പോലുള്ള കുഞ്ഞു കുഞ്ഞു മോളിക്യൂളുകൾ എന്ത് ചെയ്യപ്പെടും? റിലീസ് ചെയ്യപ്പെടും. അത് അങ്ങനെയുള്ള മോളിക്യൂളുകളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കണ്ടൻസേഷൻ പോളിമർ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമർ എന്ന് വിളിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് അഡിഷൻ പോളിമർ, കണ്ടൻസേഷൻ പോളിമറായി. അടുത്തത് നമുക്ക് നോക്കേണ്ടത്, ഇതിന് കുറച്ച് എക്സാമ്പിൾസ് പഠിക്കണം. ഹോമോപോളിമർ, കോപോളിമർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒരു മോണോമർ മാത്രം ഉള്ളതിനെയാണ് നമ്മൾ ഹോമോപോളിമർ എന്ന് വിളിക്കുന്നത്. ഒന്നിൽ കൂടുതൽ മോണോമർ ഉള്ളതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? കോപോളിമർ എന്നും വിളിക്കും. ഇനി കുറച്ച് ആദ്യം നമുക്ക് പോളിമേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നോക്കേണ്ടത് കേട്ടോ. പോളിമേഴ്സിനെ നമ്മൾ സോഴ്സിനെ ബേസ് ചെയ്ത്, പോളിമേഴ്സ് ഉണ്ടാകുന്ന സോഴ്സിനെ ബേസ് ചെയ്ത് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് നാച്ചുറൽ പോളിമർ, രണ്ട് സിന്തറ്റിക് പോളിമർ, മൂന്ന് സെമി സിന്തറ്റിക് പോളിമർ. അപ്പൊ പോളിമറുകളെ അവയുടെ സോഴ്സിനെ ബേസ് ചെയ്ത് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? നാച്ചുറൽ പോളിമർ, സിന്തറ്റിക് പോളിമർ ആൻഡ് സെമി സിന്തറ്റിക് പോളിമർ. എന്താണ് നാച്ചുറൽ പോളിമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയിൽ കാണപ്പെടുന്ന പോളിമറുകളാണ് നാച്ചുറൽ പോളിമർ. പ്രകൃതിയിൽ നാച്ചുറലായി കാണപ്പെടുന്ന പോളിമേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. പ്രകൃതിയിൽ ഫ്രീ ആയിട്ട് കാണപ്പെടുന്ന പോളിമേഴ്സിനാണ് നമ്മൾ നാച്ചുറൽ പോളിമേഴ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്റ്റാർച്ച്, സെല്ലുലോസ്, RNA, DNA തുടങ്ങിയതെല്ലാം എന്ത് പോളിമേഴ്സ് ആണ്? നാച്ചുറൽ പോളിമേഴ്സ് ആണ്. ഇനി പ്രകൃതിയിൽ നമ്മൾ സിന്തറ്റിക് പോളിമേഴ്സിന്റെ പേര് തന്നെ ഉണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന പോളിമേഴ്സ് സിന്തറ്റിക് പോളിമേഴ്സ്. സിന്തറ്റിക് പോളിമേഴ്സിന് എക്സാമ്പിൾ ആണ് നൈലോൺ 2, നൈലോൺ 26, നൈലോൺ 66, നൈലോൺ 6, നൈലോൺ 66, പോളിത്തീൻ. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന പോളിമറുകളാണ്. ഇതെല്ലാം സിന്തറ്റിക് പോളിമേഴ്സ് ആണ്. ഇനി സെമി സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പോളിമർ ആണ്. അതിനെ കുറച്ച് കെമിക്കൽ മോഡിഫിക്കേഷൻ നടത്തി പുതിയൊരു പോളിമർ ആക്കും. പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന പോളിമറിനെ ചെറിയ മാറ്റങ്ങൾ വരുത്തി പുതിയൊരു പോളിമർ ആക്കും. അതായത് സെല്ലുലോസ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതല്ലേ, അതിലോട്ട് അസറ്റേറ്റ് ഗ്രൂപ്പ് ചേർത്തിട്ട് സെല്ലുലോസ് അസറ്റേറ്റ് എന്ന് പറയുന്ന പുതിയ പോളിമർ ഉണ്ടാക്കും. സെല്ലുലോസ് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പോളിമർ അല്ലേ, അതിലോട്ട് നൈട്രേറ്റ് ചെയ്തിട്ട് സെല്ലുലോസ് നൈട്രേറ്റ് എന്ന് പറയുന്ന പുതിയൊരു പോളിമർ ആക്കാൻ പറ്റും. അതാണ് സോഴ്സിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അടുത്തത് മോണോമറുകളുടെ എണ്ണത്തിനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, ഹോമോപോളിമറും കോപോളിമറും. അത് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു മോണോമർ ഉണ്ടെങ്കിൽ അത് ഹോമോപോളിമർ ആണ്. രണ്ടോ രണ്ടിൽ കൂടുതലോ മോണോമറുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? കോപോളിമർ എന്ന് വിളിക്കും. ഇനി പോളിമറൈസേഷൻ റിയാക്ഷനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞു. ഒരു മോണോമറുകൾ ആഡ് ചെയ്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ പോളിമറിനെ നമ്മൾ അഡിഷൻ പോളിമർ എന്ന് വിളിക്കും. മോളിക്യൂളുകൾ ചേരുമ്പോൾ അവയുടെ ഇടയിൽ നിന്ന് വാട്ടർ മോളിക്യൂൾ പോകുന്നെങ്കിൽ അത് ഏത് പോളിമർ ആണ്? കണ്ടൻസേഷൻ പോളിമർ എന്നും വിളിക്കും. അഡിഷൻ പോളിമർ എന്നും വിളിക്കും. പിന്നെ എന്ത് പേരും വിളിക്കും? ഇവിടെ കണ്ടൻസേഷൻ പോളിമർ എന്നും വിളിക്കും. ഇനിയുണ്ട് മോണോമർ യൂണിറ്റ്, ഹോമോപോളിമർ, കോപോളിമർ, അഡിഷൻ പോളിമർ, കണ്ടൻസേഷൻ പോളിമർ. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രക്ചറിനെ ബേസ് ചെയ്ത്, പോളിമറുകളുടെ സ്ട്രക്ചറുകളെ ബേസ് ചെയ്ത് നമുക്ക് നാലായിട്ട് തിരിക്കാം. ഒന്ന് ലീനിയർ, മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് ലീനിയർ, രണ്ട് ബ്രാഞ്ചഡ് പോളിമർ, മൂന്ന് ക്രോസ് ലിങ്ക്ഡ് പോളിമർ. ഒന്ന് ലീനിയർ പോളിമർ, രണ്ട് ബ്രാഞ്ചഡ് പോളിമർ, മൂന്ന് ക്രോസ് ലിങ്ക്ഡ്. ലീനിയർ പോളിമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിമറിന്റെ അകത്ത് കുറെ അധികം പോളിമറിക് ചെയിനുകൾ കാണും. ആ പോളിമറിക് ചെയിനുകളെല്ലാം പാരലൽ ആയിട്ട് ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്ന് അടുക്കി നൂലുകൾ ഇങ്ങനെ അടുക്കി വെച്ച് കളിക്കും. ഇങ്ങനെ ഇരിക്കും. ഇതാണ് ലീനിയർ പോളിമർ. ലീനിയർ പോളിമറിന് എക്സാമ്പിൾ ആണ് HDPE, ഹൈ ഡെൻസിറ്റി പോളിയെത്തീൻ, അതുപോലെ തന്നെ പോളിത്തീൻ,
ഇതെല്ലാം ലീനിയർ പോളിമർ ആണ്. ബ്രാഞ്ച്ഡ് പോളിമർ എന്ന് പറയുമ്പോൾ പോളിമറിന്റെ അകത്ത് പോളിമറിക് ചെയിനുകൾ ഉണ്ടാവും, അതിനെന്ത് കാണും? ബ്രാഞ്ചുകൾ കാണും. പോളിമറിക് ചെയിനുകളിൽ എന്ത് കാണും? ബ്രാഞ്ചും കാണും. അങ്ങനെയുള്ള പോളിമേഴ്സിനാണ് നമ്മൾ ബ്രാഞ്ച്ഡ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയർ പോളിമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ പോളിമർ ചെയിൻസ് മാത്രമാണ് ലീനിയർ പോളിമർ ആണ്. പോളിമർ ചെയിൻ്റെ ഇടയ്ക്ക് ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ അത് എന്ത് പോളിമർ ആണ്? ബ്രാഞ്ച്ഡ് പോളിമർ ആണ്. ബ്രാഞ്ച്ഡ് പോളിമറിന്റെ എക്സാമ്പിൾ ആണ് LDPE, ലോ ഡെൻസിറ്റി പോളിഎത്തീൻ എന്ന് പറയും. അത് ബ്രാഞ്ച്ഡ് പോളിമർ ആണ്. ഇനി ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് ഉണ്ട്. അതായത് പോളിമറിക് ചെയിനുകൾ ഉണ്ടാവും, പോളിമറിക് ചെയിനുകളുടെ ഇടയിൽ ക്രോസ് ലിങ്കുകൾ കാണും. പോളിമറിക് ചെയിനുകളുടെ ഇടയിൽ ക്രോസ് ലിങ്കുകൾ ഉണ്ടെങ്കിൽ അത് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് ആയിരിക്കും. അപ്പോൾ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇനി ഒരു ടൈപ്പ് ക്ലാസിഫിക്കേഷനും കൂടെ ഉണ്ട്. ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സിന് എക്സാമ്പിൾ, അതാണ് ഏറ്റവും കൂടുതൽ ടെൻസൈൽ സ്ട്രെങ്ത്, ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഒക്കെ കാണിക്കുന്ന പോളിമേഴ്സ് ക്രോസ് ലിങ്ക്ഡ് പോളിമർ ആണ്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ബേക്കലൈറ്റ് ആണ് കേട്ടോ. ബേക്കലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ്. ഇനി പോളിമറുകളെ നമുക്ക് അടുത്തൊരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ ഇന്റർമോളിക്കുലർ ഫോഴ്സസ്. മോളിക്യൂളുകൾക്കിടയിലുള്ള ഫോഴ്സുകളെ ബേസ് ചെയ്ത് നമുക്ക് ഇന്റർമോളിക്കുലർ ഫോഴ്സുകളെ ബേസ് ചെയ്ത് നമുക്ക് മോളിക്യൂളുകളെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പോളിമേഴ്സിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് ഇലാസ്റ്റോമർ, 2 ഫൈബർ, 3 തെർമോപ്ലാസ്റ്റിക്, 4 തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. അപ്പോൾ മോളിക്കുലാർ ഫോഴ്സുകളെ ബേസ് ചെയ്ത് അതായത് പോളിമറിക് ചെയിനുകളുടെ ഇടയിലുള്ള ഫോഴ്സിനെ ബേസ് ചെയ്ത് പോളിമേഴ്സിനെ നമുക്ക് 4 ആയിട്ട് തിരിക്കാം. ഇലാസ്റ്റോമർ, ഫൈബർ, തെർമോപ്ലാസ്റ്റിക് ആൻഡ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ഇലാസ്റ്റോമർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോളിമറിനകത്ത് ഒരുപാട് പോളിമറിക് ചെയിനുകൾ ഉണ്ടാവും. ഈ പോളിമറിക് ചെയിനുകളുടെ ഇടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് വീക്ക് ആയിരിക്കും. വീക്ക് ഫോഴ്സ് ആണെങ്കിൽ, വീക്ക് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ആണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ വാണ്ടർവാൾ ഫോഴ്സ് ആണ് ഉള്ളതെങ്കിൽ, വാണ്ടർവാൾ ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ വീക്ക് ഫോഴ്സുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് വാണ്ടർവാൾ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് പോളിമറിനുള്ളിലെ പോളിമറിക് ചെയിനുകളുടെ ഇടയിൽ ഉള്ളത് വീക്ക് ഫോഴ്സുകളാണെങ്കിൽ, വാണ്ടർവാൾ ഫോഴ്സുകളാണെങ്കിൽ അത് ഇലാസ്റ്റോമർ ആണ്. ഇനി പോളിമറിക് ചെയിനുകളുടെ ഇടയിലുള്ളത് സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആണെങ്കിൽ അത് എന്തായിരിക്കും? ഫൈബേഴ്സ് ആയിരിക്കും. ഇലാസ്റ്റോമറിന് എക്സാമ്പിൾ വരുന്നത് നാച്ചുറൽ റബ്ബർ, ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന എല്ലാം എന്താണ്? ഇലാസ്റ്റോമർ ആണ്. അതിന്റെ രൂപം മാറ്റാനൊക്കെ നമുക്ക് പറ്റും. ഫൈബേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് നൂലുകൾക്ക് സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. നൂലുകൾ ഒരു പരിധിയിൽ കൂടുതൽ വലിച്ചു നിർത്താൻ കഴിയും, പൊട്ടാതെ തന്നെ വലിച്ചു നിർത്താൻ കഴിയും. ആ ഒരു കഴിവിനെ നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത് എന്നാ പറയുന്നത്. അപ്പൊ നൂലുകൾക്കെല്ലാം, ഫൈബേഴ്സിനെല്ലാം ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ട്. അതായത് ഒരുപാട് നേരം ഫോഴ്സിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനാണ് നമ്മൾ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഫൈബേഴ്സിലെ പോളിമറിക് ചെയിനുകളുടെ ഇടയിൽ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ഒരുപാട് നേരം ഫോഴ്സ് കൊടുത്ത് നമുക്ക് പിടിച്ചു നിർത്താനായി കഴിയും. ഫൈബേഴ്സില് നമ്മളെ പോളിമറിക് ചെയിനുകളുടെ ഇടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്, സ്ട്രോങ് ആയിട്ടുള്ള ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഫൈബേഴ്സിൽ പോളിമറിക് ചെയിനുകളുടെ ഇടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആയിരിക്കും ഉള്ളത്. ഫൈബേഴ്സിൽ പോളിമറിക് ചെയിനുകളുണ്ട്. ആ പോളിമറിക് ചെയിനുകളുടെ ഇടയിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നൈലോൺ 6 ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് വരും. ഓക്കെ, ഇനി അടുത്തതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് തെർമോപ്ലാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാല് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോപ്ലാസ്റ്റിക്. അതായത് ഒരു തവണ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അത് സോഫ്റ്റ് ആവുകയും കൂൾ ചെയ്യുമ്പോൾ അത് ഹാർഡ് ആവുകയും ചെയ്താൽ അത് ഏതുതരം പ്ലാസ്റ്റിക് ആണ്? തെർമോപ്ലാസ്റ്റിക് ആണ്. ഹീറ്റ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആവുകയും കൂൾ ചെയ്യുമ്പോൾ ഹാർഡ് ആവുകയും ചെയ്താൽ അത് തെർമോപ്ലാസ്റ്റിക് ആണ്. അതിനെ പിന്നെയും നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ സോഫ്റ്റ് ആവും, പിന്നെ നമുക്ക് കൂൾ ചെയ്യുകയാണെങ്കിൽ ഹാർഡ് ആക്കാം. അതായത് രൂപം മാറ്റാൻ കഴിയുന്ന പ്ലാസ്റ്റിക്കുകളാണ് നമ്മൾ തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. പോളിത്തീൻ, പോളിസ്റ്റൈറിൻ, ഇതെല്ലാം
ഏതിൽ വരുന്നതാണ്? തെർമോ പ്ലാസ്റ്റിക്കിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ഉണ്ട്. തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ ഹീറ്റ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആവും, കൂൾ ചെയ്യുമ്പോൾ ഹാർഡ് ആവും, പെർമനന്റ് ആയിട്ട് ഹാർഡ് ആയി പോകും. പിന്നെ നമുക്ക് അതിന്റെ രൂപം മാറ്റാൻ പറ്റത്തില്ല. പെർമനന്റ് ആയിട്ട് സ്ട്രക്ചർ മാറാതെ ഒരു പ്രത്യേക സ്ട്രക്ചറിലോട്ട് അങ്ങ് പോകുന്ന പ്ലാസ്റ്റിക്കുകൾ നമ്മൾ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് എന്ന് വിളിക്കും. എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ബേക്കലൈറ്റ് ആണ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ബേക്കലൈറ്റ് ആണ്. അപ്പൊ ബേക്കലൈറ്റ് ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. കുറച്ച് പോളിമേഴ്സ്, ഒരേപോലെ ഇരിക്കുന്ന കുറേയധികം പോളിമേഴ്സ് കണക്ഷൻ രീതിയിലാണ് ഞാൻ പറയുന്നത്, കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പറയുന്നത്. ഇപ്പൊ എത്തീൻ എന്ന് പറയുന്ന മോളിക്യൂൾ നമ്മൾ പഠിച്ചല്ലോ. എത്തീന്റെ N മോളിക്യൂൾസ് ആണ് ചേരുന്നതെങ്കിൽ, എത്തീന്റെ N മോളിക്യൂൾസ് ആണ് ചേരുന്നതെങ്കിൽ ഉണ്ടാവുന്ന എത്തീന്റെ N മോളിക്യൂൾസ് ചേരുമ്പോൾ ഉണ്ടാവുന്ന പോളിമറിന്റെ പേര് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്തീനിലെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ CH2 സിംഗിൾ ബോണ്ട് CH2 എന്നാവും. അപ്പുറം ഇപ്പുറം ഓരോ വരകൾ കൊടുക്കുക, ബ്രാക്കറ്റ് ഇടുക, N ടൈംസ് കൊടുക്കുക. ഇത് പോളിത്തീൻ എന്ന് പറയും. ഇനി ഈ ഒരു എച്ചിന് പകരം, ഇവിടത്തെ ഒരു എച്ചിന് പകരം ഒരു Cl വരികയാണെങ്കിൽ എങ്ങനെയാവും? N മോളിക്യൂൾ ഓഫ് CH2 ഡബിൾ ബോണ്ട് CHCl എന്നാവൂലേ? അല്ലേ? ഇതിന്റെ N മോളിക്യൂൾസ്, ഇതിനെ നമ്മൾ വിനൈൽ ക്ലോറൈഡ് എന്നാണ് വിളിക്കുന്നത്. ഇതിനെ വിനൈൽ ക്ലോറൈഡ് എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ N മോളിക്യൂൾ ആണ് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് അപ്പുറം ഇപ്പുറം ഓരോ വരകൾ വരും. പോളിമറിന്റെ ഫോർമുല എഴുതാൻ വേണ്ടിയിട്ടാണ്. CH2 CH Cl വര വര ബ്രാക്കറ്റ് N ടൈംസ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് പോളി വിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVC എന്നാണ്. പോളി വിനൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVC എന്നാണ് വിളിക്കുന്നത്. ഇനി ഈ Cl പകരം ബെൻസീൻ റിംഗ് ആണ് വരുന്നതെങ്കിലോ, N മോളിക്യൂൾ ഓഫ് CH2 ഡബിൾ ബോണ്ട് CH ബെൻസീൻ റിംഗ് ആണ് വരുന്നതെങ്കിൽ ഇതിനെ നമ്മൾ സ്റ്റൈറീൻ എന്നാണ് വിളിക്കുന്നത്. സ്റ്റൈറീന്റെ N മോളിക്യൂൾസ് ആണ് ചേരുന്നതെന്നുണ്ടെങ്കിൽ പോളിമർ എഴുതാൻ വേണ്ടി ഡബിൾ ബോണ്ട് മാറ്റിയിട്ട് സിംഗിൾ ബോണ്ട് കൊടുക്കുക. അപ്പൊ CH2 CH ബെൻസീൻ റിംഗ്, അതേപോലെ തന്നെ അപ്പുറം ഇപ്പുറം ഓരോ വരകൾ കൊടുക്കുന്നു, ബ്രാക്കറ്റ് കൊടുക്കുന്നു, N ടൈംസ്. ഇതിനെ നമ്മൾ പോളിസ്റ്റൈറീൻ എന്ന് വിളിക്കും. ഈ കോമ്പൗണ്ടിനെ നമ്മൾ എന്ത് പേര് വിളിക്കും? ഇവിടെ പോളിസ്റ്റൈറീൻ എന്ന് വിളിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ ഈ Cl പകരം CH3 ആ വരുന്നതെന്നുണ്ടെങ്കിൽ CH2 ഡബിൾ ബോണ്ട് CH3 എന്നാവും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്രൊപ്പീൻ എന്നാണ്. പ്രൊപ്പീൻ. ഇതിന്റെ N മോളിക്യൂൾ ആണ് ചേരുന്നതെങ്കിൽ ഉണ്ടാകുന്ന പോളിമർ എഴുതാൻ വേണ്ടി ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുക. CH2 CH CH3 വര വര ബ്രാക്കറ്റ് N ടൈംസ്. ഇതിനെ നമ്മൾ പോളിപ്രൊപ്പീൻ എന്ന് വിളിക്കും. ഈ കോമ്പൗണ്ട് നമ്മൾ എന്ത് പേര് വിളിക്കും? ഇവിടെ പോളിപ്രൊപ്പീൻ. ഇനി ഇവിടെ Cl പകരം Cn ആണ് വരുന്നതെങ്കിലോ, N CH2 ഡബിൾ ബോണ്ട് CHCN എന്നാവും. ഇതാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇതിനെ നമ്മൾ അക്രൈലോ നൈട്രിൽ എന്നാ പറയുന്നത് കേട്ടോ. അക്രൈലോ നൈട്രിൽ എന്നാ പറയണേ. അക്രൈലോ നൈട്രിൽ എന്ന് പറയുന്ന പോളിമറാണ് പരസ്പരം റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. അതിന്റെ പോളിമർ എഴുതാനായിട്ട് CH2 CHCN വര വര ബ്രാക്കറ്റ് N ടൈംസ്. ഇതിനെ നമ്മൾ പോളി അക്രൈലോ നൈട്രിൽ എന്ന് വിളിക്കും. പോളി അക്രൈലോ നൈട്രിൽ എന്ന് വിളിക്കും. അല്ലെങ്കിൽ മറ്റൊരു പേരാണ് പാൻ. പോളി അക്രൈലോ നൈട്രിൽ ഈസ് അതർവൈസ് കാൾഡ് പാൻ. ഓക്കെ. ഇനിയുണ്ട് കേട്ടോ. ഇനിയുണ്ട്. ഇവിടെ രണ്ട് എച്ചിന് പകരം CH2 ഡബിൾ ബോണ്ട് CH2 എന്നില്ല. ഇവിടത്തെ എച്ചിന് പകരം F വരുന്നു, ഇവിടത്തെ എച്ചിന് പകരം F വന്നു കഴിഞ്ഞാൽ CF2 ഡബിൾ ബോണ്ട് CF2 എന്നാവൂല. അതായത് സ്ട്രക്ചർ എങ്ങനെ മാറും? N മോളിക്യൂൾ ഓഫ് CF2 ഡബിൾ ബോണ്ട് CF2 എന്നാവും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ടെട്രാ ഫ്ലൂറോ എത്തീൻ എന്നാണ്. കാരണം നാല് ഫ്ലൂറിനുണ്ട് അല്ലേ, അതുകൊണ്ടാണ് ടെട്രാ ഫ്ലൂറോ എന്നുള്ളത്. 2 കാർബണുകളുണ്ട് എത്തീൻ. അതാണ് ചേരുന്നെന്നുണ്ടെങ്കിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ CF2 സിംഗിൾ ബോണ്ട് CF2 എന്നായി. വര വര ബ്രാക്കറ്റ് N ടൈംസ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ടെഫ്ലോൺ എന്നാണ്. ഈ കോമ്പൗണ്ട് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ടെഫ്ലോൺ. ഇതാണ് ഈ നോൺ സ്റ്റിക് കുക്ക് വെയർസ് ഉണ്ടല്ലോ, നോൺ സ്റ്റിക് അപ്പച്ചട്ടികൾ എന്നൊക്കെ പറയില്ല, അതിന്റെ അകത്തുള്ള കറുത്ത കോട്ടിംഗ് എന്ന് പറയുന്നത്, നോൺ സ്റ്റിക് ഫ്രൈ പാനുകളിലുള്ള കോട്ടിംഗ് എന്ന് പറയുന്നത് ടെഫ്ലോൺ കോട്ടിംഗ് ആണ്. ഇനിയുണ്ട് വിനൈൽ മിഥൈൽ മെഥക്രിലേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട്. CH2 ഡബിൾ ബോണ്ട് CH3 COO CH3. ഈ ഒരു കോമ്പൗണ്ടാണ് N മോളിക്യൂൾ വരുന്നതെങ്കിൽ ഇതിനെ നമ്മൾ മിഥൈൽ മെഥക്രിലേറ്റ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. മിഥൈൽ മെഥക്രിലേറ്റ് എന്ന് പറയുന്നതാണ് ഇതിന്റെ പേര് വിളിക്കുന്നത്. ഇതാണ് N മോളിക്യൂൾ ചേരുന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന പോളിമർ. CH2 ഡബിൾ ബോണ്ട് CH3 COO CH3. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? മിഥൈൽ മെഥാക്രിലേറ്റ് എന്നാണ് വിളിക്കുന്നത്.
ഇതിന്റെ N മോളിക്കൂളാണ് ചേരുന്നതെങ്കിൽ ഒരു ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യുക. എന്നിട്ട് ഇതേ സ്ട്രക്ചർ ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പൊ C മുകളില് CS3, ഈ COO-CS3 ഞാൻ താഴോട്ട് വരയ്ക്കുകയാണ്. COO-CS3 എന്ന് പറഞ്ഞ ഗ്രൂപ്പ് താഴോട്ട് വരയ്ക്കുന്നത്. എവിടെ വരച്ചാലും കുഴപ്പമില്ലല്ലോ. പിന്നെ സിംഗിൾ ബോണ്ട് CH2 ഉണ്ടായിരുന്നു. സിംഗിൾ ബോണ്ട് CH2 ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ബോണ്ട് അല്ലേ ബ്രേക്ക് ചെയ്തത്. ഈ ഇവിടുത്തെ ഒരു ബോണ്ടാണ് ഞാൻ ബ്രേക്ക് ചെയ്തത്. അതുകൊണ്ട് ഇതിന് അപ്പുറം ഇപ്പുറമായിട്ട് ഓരോ വരകൾ കൊടുക്കുക, ബ്രാക്കറ്റ് ഇടുക, N ടൈംസ് കൊടുക്കുക. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് PMMA എന്നാണ്. PMMA എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിമീഥൈൽ മെഥക്രിലേറ്റ്. പോളിമീഥൈൽ മെഥക്രിലേറ്റ് എന്ന് പറയുന്നതാണ് ഇതിന്റെ പേര്. PMMA പേര്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു പോളിസ്റ്റൈറിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേര് സ്റ്റൈറോൺ എന്നാണ് കേട്ടോ. പോളിസ്റ്റൈറിന്റെ മറ്റൊരു പേര് സ്റ്റൈറോൺ എന്നാണ്. പോളി അക്രൈലോനൈട്രലിന്റെ മറ്റൊരു പേര് ഓർലോൺ എന്നാണ്. പോളി അക്രൈലോനൈട്രലിന്റെ വേറൊരു പേര് ഓർലോൺ എന്നാണ്. ഇനി ടെട്രാഫ്ലോണിന്റെ മറ്റൊരു പേര് PTFE എന്നാണ്. PTFE എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പോളി ടെട്രാ ഫ്ലൂറോ എത്തീൻ. ഈ കോമ്പൗണ്ടുകളെല്ലാം ഒരൊറ്റ മോണോമർ അല്ലേ ഉള്ളൂ. ഇവിടെ ഒരു മോണോമർ, ഇവിടെ ഒരു മോണോമർ. നേരത്തെ പഠിച്ച ഈ കോമ്പൗണ്ടുകളിലെല്ലാം ലെഫ്റ്റ് സൈഡിൽ ഓരോ മോണോമറുകൾ വീതമല്ലേ ഉള്ളൂ. ഒരു മോണോമർ വീതമുള്ള പോളിമറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഹോമോ പോളിമർ. അപ്പൊ ഇതെല്ലാം ഹോമോ പോളിമർ ആണ്. അത് മാത്രമല്ല ഇതെല്ലാം അഡിഷൻ പോളിമറുകളാണ്. എന്തുകൊണ്ടാണ് അഡിഷൻ പോളിമർ എന്ന് വിളിക്കുന്നത്? കാരണം ഇതെല്ലാം മോളിക്യൂളുകളെ പരസ്പരം ആഡ് ചെയ്തുണ്ടാക്കുന്ന പോളിമേഴ്സ് ആണ്. അത് മാത്രമല്ല ഈ പോളിമേഴ്സിലെല്ലാം ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളല്ലേ ചേരുന്നത്. ഡബിൾ ബോണ്ടുള്ള മോണോമറുകൾ ചേരുന്നത് കൊണ്ട് ഇതിനെയെല്ലാം നമ്മൾ പോളി ഒലിഫീൻ എന്ന് വിളിക്കുന്നു. പോളി ഒലിഫീൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് പോളിമറുകളിൽ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളിലെല്ലാം ഈ എല്ലാ പോളിമറുകളിലും ഡബിൾ ബോണ്ടുള്ള മോണോമേഴ്സ് ആണുള്ളത്. ഡബിൾ ബോണ്ടിനെ കാണിക്കാനാണ് ഒലിഫീൻ എന്ന പേര് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ കോമ്പൗണ്ടുകളെല്ലാം നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പോളി ഒലിഫീൻസ് എന്ന് പറയും. ഇനിയുണ്ട് കേട്ടോ, ഇനിയുണ്ട് പോളിമേഴ്സ് നമുക്ക് പഠിക്കാനായിട്ട്. ഇപ്പോ 2-methyl-1,3-butadiene 2-methyl-1,3-butadiene എന്ന് പറയുന്ന ഒരു മോണോമറാണ് ചേരുന്നതെന്ന് വെച്ചു. ബ്യൂട്ട എന്ന് വെച്ചാൽ 4 കാർബൺ അല്ലേ, 1 2 3 4 കാർബൺ. 2-methyl-1,3-butadiene എന്നല്ലേ പറഞ്ഞേ. അപ്പൊ 2-methyl ആവുമ്പോ രണ്ടാമത്തേൽ മീഥൈൽ കൊടുക്കും. 1 2 3 4 ഒന്നിലും മൂന്നിലും ഡൈ എന്ന് പറഞ്ഞാൽ 2 എണ്ണം, എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട്. 2 ഡബിൾ ബോണ്ട് കൊടുക്കണം. 1 കഴിഞ്ഞ് ഡബിൾ ബോണ്ട് കൊടുക്കണം, 3 കഴിഞ്ഞ് ഒരു ഡബിൾ ബോണ്ട് കൊടുക്കണം. ഇവിടെ CH2, ഇവിടെ H, ഇവിടെ H2. ഈ സാധനമാണ് 2-methyl-1,3-butadiene. ഇതിന്റെ N മോളിക്യൂൾ ആണ് ചേരുന്നതെന്നുണ്ടെങ്കിൽ എന്തോ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാക്കുന്ന സമയത്ത് ഈ 2 ഡബിൾ ബോണ്ടുകളും ബ്രേക്ക് ചെയ്യും. എന്നിട്ട് ഈ ഡബിൾ ബോണ്ട് ഇല്ലാത്ത സ്ഥലത്ത് ഡബിൾ ബോണ്ട് വരും. 2 ഡബിൾ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്ത് ഡബിൾ ബോണ്ട് ഇല്ലാത്ത സ്ഥലത്ത് ഡബിൾ ബോണ്ട് വരും. മെക്കാനിസം ഒന്നും വേണ്ട നിങ്ങൾക്ക്. അപ്പൊ CH2 CH3 ഡബിൾ ബോണ്ട് CH2 വര ബ്രാക്കറ്റ് N ടൈംസ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ റബ്ബർ. അല്ലെങ്കിൽ ഇതിനെ ഈ മോണോമർ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, ഐസോപ്രീൻ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഐസോപ്രീൻ എന്നാണ് വിളിക്കുന്നത്. ഇതിനെ നാച്ചുറൽ റബ്ബറിനെ അതുകൊണ്ട് വിളിക്കുന്ന മറ്റൊരു പേരാണ് പോളി എന്ന് ഫ്രണ്ടിൽ ചേർക്കുക. അപ്പൊ പോളി ഐസോപ്രീൻ. നാച്ചുറൽ റബ്ബറിന്റെ മറ്റൊരു പേരെന്ത്? പോളി ഐസോപ്രീൻ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ ഞാൻ വരയ്ക്കാൻ പോകും. ഈ ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ കറക്റ്റ് ചെയ്തോട്ടെ. CS3 ഉണ്ട്. ഓക്കെ, ഈ ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ ഞാൻ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ C ഡബിൾ ബോണ്ട് CH ഉണ്ടല്ലോ. അപ്പൊ C ഡബിൾ ബോണ്ട് C, ഈ C ഡബിൾ ബോണ്ട് C, ഈ സിയിൽ ആരൊക്കെ ഉണ്ട്? CS3 ഉണ്ട്, CH2 ഉണ്ട് അല്ലേ. അപ്പൊ CS3 ഉണ്ട്, CH2 ഉണ്ട്. ഈ സിയിൽ ആരൊക്കെ ഉണ്ട്? ഒരു H ഉണ്ട്, ഒരു CH2 ഉണ്ട്. ഒരു H ഉണ്ട്, ഒരു CH2 ഉണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് ഈ സ്ട്രക്ചർ വരയ്ക്കണം നിർബന്ധമുണ്ടോ? ഇല്ല.
സി ഡബിൾ ബോണ്ട് സി വരച്ചിട്ട് CH3 CH2 CH2H ഇങ്ങനെ വരച്ചൂടെ ഇല്ലേ? ഇവിടെ എന്താ പറ്റിയേ? ഇവിടെ CH2 ഗ്രൂപ്പുകൾ സെയിം സൈഡിലല്ലേ, ഇവിടെ CH2 ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിലല്ലേ. CH2 ഗ്രൂപ്പ് ഇങ്ങനെ സെയിം സൈഡിൽ വന്നാലേ ഇതിനെ നമ്മൾ നാച്ചുറൽ റബ്ബർ എന്ന് പറയത്തുള്ളൂ. സെയിം സൈഡിൽ ഒരു ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സിസ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ, സിസ്. അപ്പോ പോളി ഐസോപ്രീൻ എന്നതിന് പകരം നമുക്ക് എന്തെന്ന് പറയാം? സിസ് പോളി ഐസോപ്രീൻ എന്ന് വിളിക്കാം. സിസ് പോളി ഐസോപ്രീൻ എന്ന് വിളിക്കാം. അപ്പൊ സിസ് ഐസോമറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിസ് കോമ്പൗണ്ടിനെയാണ് നമ്മൾ, CH2 ഗ്രൂപ്പ് സെയിം സൈഡിൽ വന്നാലേ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കത്തുള്ളൂ? നാച്ചുറൽ റബ്ബർ എന്ന് വിളിക്കത്തുള്ളൂ. അതിന് പകരം ഇവിടെ ഉണ്ടാവുന്ന കോമ്പൗണ്ടിൽ ഈ സ്ട്രക്ചർ ആണ് ഉള്ളതെങ്കിൽ, അതായത് സി ഡബിൾ ബോണ്ട് സിയുടെ ഓപ്പോസിറ്റ് ആണ് CH2 ഗ്രൂപ്പ്, ഒരേ ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ട്രാൻസ് ഐസോപ്രീൻ എന്നാണ് വിളിക്കുന്നത്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് നാച്ചുറൽ റബ്ബർ എന്നല്ല, അതിനെ വിളിക്കുന്ന പേരാണ് ഗുട്ടാപെർച്ച. ഗുട്ടാപെർച്ച. അപ്പൊ ഗുട്ടാപെർച്ച എന്താന്ന് ചോദിക്കാം, നാച്ചുറൽ റബ്ബറിന്റെ ട്രാൻസ് ഐസോമറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഗുട്ടാപെർച്ച. ട്രാൻസ് ഐസോമർ എന്ന് വെച്ചാൽ എന്താണ്? ഒരേ ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ് ഐസോമർ എന്ന് വിളിക്കും. ഇനി മറ്റൊരു കോമ്പൗണ്ട് നോക്കാം. ഇപ്പോ CH2 ഡബിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2 ഇങ്ങനെയാണ് നമ്മൾ നാച്ചുറൽ റബ്ബറിന്റെ പോളിമർ എഴുതിയത്. പക്ഷെ ഇവിടെ മുകളിൽ CH3 കൊടുത്തു. ഇവിടെ Cl ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ക്ലോറോപ്രീൻ എന്നാണ് വിളിക്കുന്നത്. ക്ലോറോപ്രീൻ എന്ന് വിളിക്കും. ക്ലോറോപ്രീൻ എന്ന് വിളിക്കും. ഇതിന്റെ N മോളിക്യൂളാണ് ചേരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഡബിൾ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുക, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് കൊടുക്കുക. അപ്പൊ എന്താവും? CH2 Cl ഡബിൾ ബോണ്ട് CH2 വര ബ്രാക്കറ്റ് N ടൈംസ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നിയോപ്രീൻ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? നിയോപ്രീൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇനി ക്ലോറോപ്രീൻ മോളിക്യൂളുകൾ ചേർന്നുണ്ടാകുന്ന പോളിമറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നിയോപ്രീൻ എന്ന് പറയും. ഇനി ഇതിന്റെ ക്ലോറോപ്രീന്റെ കെമിക്കൽ നെയിം എന്താന്ന് ചോദിക്കാം. 1 2 3 4 രണ്ടില് ക്ലോറിൻ അല്ലേ ഉള്ളത്, അപ്പൊ 2 ക്ലോറോ. 4 കാർബൺ അല്ലേ, അപ്പൊ ബ്യൂട്ട. 1 ഡബിൾ ബോണ്ട് 3 ഡബിൾ ബോണ്ട്, സോ 1 3 ബ്യൂട്ട 1 3 ഡൈ. ഓക്കെ, അപ്പൊ ഇതാണ് ക്ലോറോപ്രീൻ. അപ്പൊ നിയോപ്രീൻ എന്ന് പറയുന്ന പോളിമറിന്റെ മോണോമറാണ് എന്ന് പറയുന്നത് ക്ലോറോപ്രീൻ. ഇപ്പൊ നിങ്ങൾ എഴുതിയ കോമ്പൗണ്ടുകൾ, അതായത് നിങ്ങൾ 3 പോളിമർ എഴുതിയില്ലേ, ഏതൊക്കെയാണ്? നാച്ചുറൽ റബ്ബർ, ഗുട്ടാപെർച്ച, അതേപോലെ തന്നെ ക്ലോറോപ്രീൻ. ഇതിലെല്ലാം 2 ഡബിൾ ബോണ്ടുള്ള മോണോമറുകളല്ലേ നമ്മൾ ഉപയോഗിച്ചത്. 2 ഡബിൾ ബോണ്ടുള്ള മോണോമറുകൾ ചേർന്നാൽ ഉണ്ടാകുന്ന പോളിമറുകളെ എല്ലാം നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിഡൈഈൻസ്. പോളിഡൈഈൻസ്. എന്താണ് ഡൈ എന്ന് വെച്ചാൽ 2 എണ്ണം, ഈ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട്. 2 ഡബിൾ ബോണ്ടുള്ള പോളിമറുകളെ എല്ലാം നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പോളിഡൈഈൻസ്. പോളിഡൈഈൻസിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെയെന്ന് പറയുന്നത്? നാച്ചുറൽ റബ്ബർ, അതേപോലെ ഗുട്ടാപെർച്ച, അതേപോലെ നിയോപ്രീൻ. ഇനി ഈ നാച്ചുറൽ റബ്ബറിനകത്ത് ഇതുപോലെ, നാച്ചുറൽ റബ്ബറിൽ ഇപ്പോൾ ഒരു ചെയിൻ നമ്മൾ പറഞ്ഞില്ലേ, ഇതേപോലത്തെ ഒരു ചെയിൻ ആയിരിക്കില്ല നാച്ചുറൽ റബ്ബറിലുള്ളത്. ഇഷ്ടംപോലെ ചെയിനുകൾ കാണും. നാച്ചുറൽ റബ്ബറിനകത്ത് ഇഷ്ടംപോലെ ചെയിനുകൾ കാണും. നാച്ചുറൽ റബ്ബറിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റബ്ബറിലോട്ട് സൾഫർ ആഡ് ചെയ്ത് ചൂടാക്കും. അതായത് സൾഫർ ആഡ് ചെയ്ത് ചൂടാക്കുമ്പോൾ ഈ റബ്ബറിന്റെ ഈ ചെയിനുകൾക്കിടയിൽ സൾഫർ ഇങ്ങനെ വന്നിരിക്കും. സൾഫർ, 2 സൾഫർ ലിങ്കുകൾ ഇങ്ങനെ വന്നിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ 2 സൾഫർ ലിങ്കുകൾ ഇങ്ങനെ, നാച്ചുറൽ റബ്ബർ ആണെങ്കിൽ നാച്ചുറൽ റബ്ബറിൽ നമ്മളെ ചെയിനുകൾക്കിടയിൽ 2 സൾഫർ ലിങ്കുകൾ ഇങ്ങനെ വന്നിരിക്കും. 2 സൾഫറുകൾ കൊണ്ടുള്ള ലിങ്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈസൾഫൈഡ് ലിങ്കേജ്. 2 സൾഫറുകൾ കൊണ്ടുള്ള ബോണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഡൈസൾഫൈഡ് ലിങ്കേജ്. ഇങ്ങനെ ഡൈസൾഫൈഡ് ലിങ്കേജുകൾ ഉള്ളത് കൊണ്ട് ഇപ്പൊ ഒരു റബ്ബറിലേക്ക് നമ്മൾ സൾഫർ ആഡ് ചെയ്ത് ചൂടാക്കുമ്പോൾ 2 സൾഫറുകൾ വഴി ഉള്ള ലിങ്കുകൾ കൊണ്ട് ഈ പോളിമറിക് ചെയിനുകൾ കണക്ട് ചെയ്യും. അതിന്റെ ഫലമായിട്ട് റബ്ബറിന്റെ പ്രോപ്പർട്ടി കൂടും. ഇങ്ങനെ ഒരു ഏതെങ്കിലും റബ്ബറിലേക്ക് നമ്മൾ സൾഫർ ആഡ് ചെയ്ത് ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൾക്കനൈസേഷൻ ഓഫ് റബ്ബർ. അപ്പോൾ എന്താണ് വൾക്കനൈസേഷൻ എന്ന് വെച്ചാൽ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ഓഫ് റബ്ബർ വിത്ത് സൾഫർ. സൾഫർ ആഡ് ചെയ്യുമ്പോൾ സൾഫർ ഈ റബ്ബർ ചെയിനുകളുടെ ഇടയിൽ വന്നിരിക്കുകയും അതിന്റെ ഫലമായിട്ട് റബ്ബർ ചെയിനുകളുടെ സ്ട്രെങ്ത് കൂടുകയും ചെയ്യും.
അതാണ് എന്തെന്ന് പറയുന്നത് വൾക്കനൈസേഷൻ ഓഫ് റബ്ബർ. ആർട്ടിഫിഷ്യൽ റബ്ബറുകൾക്ക് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. എന്തെന്ന് പറയുന്നത് ഈ നിയോപ്രീൻ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള റബ്ബറാണ്. ഇനി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വേറെ രണ്ട് റബ്ബറുകളുടെ പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബ്യൂണ എസ് ആണ്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള റബ്ബറുകൾ വേറെ രണ്ട് റബ്ബറുകൾ ആർട്ടിഫിഷ്യൽ റബ്ബേഴ്സ് അല്ലെങ്കിൽ സിന്തറ്റിക് റബ്ബറുകൾക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ ബ്യൂണ എസും ബ്യൂണ എന്നുമാണ്. ബ്യൂണ എസ് ആൻഡ് ബ്യൂണ എൻ ആർ ടു ആർട്ടിഫിഷ്യൽ റബ്ബേഴ്സ് ഫോംഡ് ബൈ മാൻ മെയ്ഡ്. അപ്പൊ ബ്യൂണ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,3-ബ്യൂട്ടാഡൈനും ബ്യൂട്ടാഡൈനും സ്റ്റൈറിനും കൂടെ ചേരും ഇൻ പ്രസൻസ് ഓഫ് സോഡിയം Na. അതായത് 1,3-ബ്യൂട്ടാഡൈൻ എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ബ്യൂട്ടാ നമുക്ക് 4 കാർബൺ 1, 2, 3, 4 1 ഡബിൾ ബോണ്ട് 3 ഡബിൾ ബോണ്ട് 1,3-ബ്യൂട്ടാഡൈൻ CH2 CH H H2 1,3-ബ്യൂട്ടാഡൈനും സ്റ്റൈറിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഞാൻ നേരത്തെ വരച്ചായിരുന്നു. CH2 ഡബിൾ ബോണ്ട് CH ബെൻസീൻ. ഇത് രണ്ടിന്റെ N മോളിക്യൂൾസ് ചേരുന്ന സമയത്ത് ഉണ്ടാകുന്ന സാധനമാണ് എന്ന് പറയുന്നത് ബ്യൂണ എസ് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ റബ്ബർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെ ചേർക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ബോണ്ടുകളെല്ലാം ബ്രേക്ക് ചെയ്യുക, ഡബിൾ ബോണ്ട് ഇല്ലാത്ത സ്ഥലത്ത് ഡബിൾ ബോണ്ട് കൊടുക്കുക. ഡബിൾ ബോണ്ടുകളെല്ലാം ബ്രേക്ക് ചെയ്യുക. അപ്പൊ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഇവിടത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഇവിടത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഇവിടെ ഒരു ബോണ്ട് കൊടുക്കുക. എന്നിട്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണം. അപ്പൊ നമ്മുടെ പോളിമർ ആവും. അതായത് CH2 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2 പിന്നെ CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH2 ബെൻസീൻ. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യാം. ഓക്കെ, വര n ടൈംസ്. ഇതാണ് എന്തെന്ന് പറയുന്നത് ബ്യൂണ എസ്. ഈ റിയാക്ഷൻ ഹീറ്റ് ചെയ്യുമ്പോൾ ഇത് റിയാക്ഷൻ നടക്കുന്നത് സോഡിയത്തിന്റെ പ്രസൻസിലാണ് ഹീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ Na എന്നും കൂടെ വന്നത്. ഓർത്തോളുക, ഒന്നുമില്ല, ഡബിൾ ബോണ്ടുകൾ ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഇവിടെ ഒരു ബോണ്ട് കൂടെ ഉണ്ടാക്കുക, ഇത് തമ്മിൽ കണക്ട് ചെയ്യുക, ഈ CH2 കണക്ട് ചെയ്യുക, ഈ ഒരു ബോണ്ട് കൂടെ ബ്രേക്ക് ചെയ്യുക. അപ്പൊ കിട്ടുന്ന സാധനമാണ് ബ്യൂണ എസ്. ഇനി നമുക്ക് അടുത്ത ആർട്ടിഫിഷ്യൽ റബ്ബർ നോക്കാം. അടുത്ത ആർട്ടിഫിഷ്യൽ റബ്ബർ ആണ് ബ്യൂണ എൻ. ബ്യൂണ എൻ എന്ന് പറയുന്ന ആർക്ക് ചേർത്താണ് ബ്യൂട്ടാഡൈനും അക്രൈലോനൈട്രിലും കൂടെ ചേർക്കും. 1,3-ബ്യൂട്ടാഡൈൻ പ്ലസ് അക്രൈലോനൈട്രിൽ. ഇതിന്റെ രണ്ടിന്റെ സ്ട്രക്ചർ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. 1,3-ബ്യൂട്ടാഡൈൻ എന്ന് വെച്ച് കഴിഞ്ഞാല് 1, 2, 3, 4 കാർബൺ, ആദ്യത്തിൽ ഡബിൾ ബോണ്ട്, അവസാനത്തിൽ ഡബിൾ ബോണ്ട് കൊടുക്കുക. H2 H2 ഇതാണ് 1,3-ബ്യൂട്ടാഡൈൻ. അക്രൈലോനൈട്രിൽ എന്ന് പറയുമ്പോൾ CH2 ഡബിൾ ബോണ്ട് CH CN. ഇവിടുത്തെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഇവിടെ ഒരു ബോണ്ട് ഉണ്ടാവുക. ഡബിൾ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യുക, ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, ഇവിടെ ഒരു കണക്ട് ചെയ്യുന്നു, ഇവിടെയും ബോണ്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ CH2 CH ഡബിൾ ബോണ്ട് CH2. അപ്പൊ ഈ മോളിക്യൂളായി. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് കൊടുത്തു, ഈ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്തു. എന്നിട്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്യുക. CH2 CH CN ആണ്. ഇത് തമ്മിൽ കണക്ട് ചെയ്യുക. ഇവിടെ ഒരു വര ഇടുക, ഇവിടെ ഒരു വര ഇടുക, ബ്രാക്കറ്റ് ഇടുക, n ടൈംസ് കൊടുക്കുക. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ബ്യൂണ N എന്നാണ്. ഇതിനെ നമ്മൾ ഈ ബ്യൂണ എസിനെയും ബ്യൂണ എന്നിനെയും നമ്മൾ പോളിഡൈൻസ് തന്നെയാണ് വിളിക്കുന്നത്. കാരണം രണ്ട് ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകൾ ചേർന്നുണ്ടാകുന്ന പോളിമർ. ഇവിടെ രണ്ട് ഡബിൾ ബോണ്ട് ഇല്ലേ? രണ്ട് ഡബിൾ ബോണ്ടുള്ള മോണോമറുകൾ, ഏതെങ്കിലും ഒരു മോണോമറിൽ രണ്ട് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള പോളിമറിനെല്ലാം നമുക്ക് പോളിഡൈൻസ് എന്ന് വിളിക്കാം. ഇനിയും പഠിക്കാനുണ്ട് പോളിമേഴ്സിനെ പറ്റി. ഇനി പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നൈലോൺ 6 ആണ്. നൈലോൺ 6 നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. നൈലോൺ 6 എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ത്രെഡ് ആണ്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പെർലോൺ എൽ. അപ്പോ പെർലോൺ ഒറ്റ വാക്കാണ്, പെർലോൺ എൽ എന്ന് പറയുന്നതാണ് നൈലോൺ 6ന്റെ മറ്റൊരു പേര്. നൈലോൺ 6 എന്ന് പറയുന്നത് അഡിപ്പിക് ആസിഡും ഹെക്സാമെത്തിലീൻ ഡയമീനൂടെ ചേരും. അഡിപ്പിക് ആസിഡ് പ്ലസ് ഹെക്സാമെത്തിലീൻ ഡൈഅമീനും കൂടെ ചേരും. അഡിപ്പിക് ആസിഡിന്റെ ഫോർമുല CH
COOH CH2 4 times COOH ഇതാണ് അഡിപ്പിക് ആസിഡ്. ഹെക്സാമെത്തിലീൻ ഡയമീൻ എന്ന് പറയുമ്പോൾ CH2 6 എണ്ണം COOH COOH. ഹെക്സാമെത്തിലീൻ ഡയമീൻ അഡിപ്പിക് ആസിഡ് N മോളിക്യൂൾസ് ചേരുന്ന സമയത്ത് ഹെക്സാമെത്തിലീൻ ഡൈഅമീൻ എന്ന് പറയുമ്പോൾ അറ്റത്ത് COH അല്ല NH2 ആണ്. ഓക്കെ, എഴുതിയപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ്. ഹെക്സാമെത്തിലീൻ ഡൈഅമീൻ. ഓക്കെ, ഡൈഅമീൻ. അപ്പൊ ഇവിടത്തെ ഒരു OH പോവും, H2-ൽ H പോവും, COH-ൽ OH പോവും, NH2-ന്ന് എപ്പോഴും H പോവും, NH2-ന്ന് എപ്പോഴും H പോവും, COH-ന്ന് OH പോവും. ഇവർ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ ബാക്കി ഇവിടെ ആരുണ്ട്? CO ഉണ്ട്, CO, CH2 4 എണ്ണം, പിന്നെ CO, ഇവിടെ NH, CH2 6 എണ്ണം, NH, ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു പോളിമറാണ് കിട്ടുന്നത്. ഇത് N ടൈംസ് എന്ന് കൊടുക്കണം. ഇത് പോളിമർ ആയതുകൊണ്ട് ഇതിനെ നമുക്ക് പോളി എന്ന് ചേർക്കാം. CONH ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിനെ അമൈഡ് എന്ന് വിളിക്കാം. പോളി അമൈഡുകളാണിത്. പോളി അമൈഡുകളാണ് എന്ന് പറയുന്നത് നൈലോൺ 6 എന്ന് പറയുന്നത്. നൈലോൺ 6 എന്ന് പറയുന്നത് പോളി അമൈഡുകൾക്ക് എക്സാമ്പിൾ ആണ്. കാരണം CONH ബോണ്ടുള്ള പോളിമറുകളെല്ലാം നമ്മൾ പോളി അമൈഡ്സ് എന്നാണ് വിളിക്കുന്നത്. നൈലോൺ, ഇതിനെ നമ്മൾ നൈലോൺ 6 എന്നല്ല, നൈലോൺ 6 എന്നാണ് വിളിക്കുന്നത്. നൈലോൺ 6-നെയാണ് നമ്മൾ പെർലോൺ എന്ന് വിളിക്കുന്നത് കേട്ടോ. നൈലോൺ 6 എന്നാണ് ഈ കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്നത്. ഓർത്തോളുക, നൈലോൺ 6-നെയാണ് നമ്മൾ പെർലോൺ അല്ല എന്ന് വിളിക്കുന്നത്. നൈലോൺ 6 ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി നമുക്ക് നൈലോൺ 6 നോക്കാം. ഇതിനെ നമ്മൾ നൈലോൺ 6 എന്ന് വിളിക്കും. ഇനി നമുക്ക് നൈലോൺ 6 നോക്കാം. നൈലോൺ 6 എന്ന് പറയുന്നത് കാപ്രോലാക്ടം എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമ്മൾ സൈക്ലോഹെക്സൈൻ എടുക്കും. സൈക്ലോഹെക്സൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് എടുക്കും. വേണ്ട, അതിന്റെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ പ്രിപ്പറേഷന്റെ ആവശ്യമില്ല. അത് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് വേണ്ട. ആ ഒരു പോളിമർ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഞാൻ അതിന്റെ തുടക്കം മുതൽ പറയാൻ പോയതാണ്. നൈലോൺ 6 എങ്ങനെ ഉണ്ടാകുമെന്ന് മാത്രം നോക്കിയാൽ. നൈലോൺ 6 ഉണ്ടാക്കുന്നത് കാപ്രോലാക്ടം എന്ന് പറയുന്ന വസ്തു ഹീറ്റ് ചെയ്തിട്ടാണ്. കാപ്രോലാക്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NHCO, CH2, 5 CH2, 2, 3, 4, 5 CH2. ഇതിനാണ് നമ്മൾ കാപ്രോലാക്ടം എന്ന് പറയുന്നത്. ഈ കാപ്രോലാക്ടം ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഈ ഒരു ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്യും. ഇതിന്റെ N മോളിക്യൂളാണ് റിയാക്ട് ചെയ്യുന്നത്. ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട്, അതായത് ഒരു വളയം ഉണ്ട്, അതിനെ നമ്മൾ ഇവിടം വെച്ച് അങ്ങ് മുറിക്കുന്നു. മുറിച്ചിട്ട് ഇത് ഈ വളയത്തിനെ നമ്മൾ നൂത്ത് വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടൂലേ? ഒരു വളയം മുറിച്ച് ഒരു വളയം ഉണ്ട്, അതിനെ മുറിച്ച് നമ്മൾ നൂത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പികളൊക്കെ ഇരിക്കത്തില്ലേ? അത്രേ ഉള്ളൂ. ഇവിടെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ NH ഉണ്ട്, NH കഴിഞ്ഞിട്ട് CH2 ഉണ്ട്. എത്ര എണ്ണം? 5 എണ്ണം. പിന്നെ CO ഉണ്ട്. അതിങ്ങനെ നീണ്ടു പോകും. ഇത് ഒരു മോളിക്യൂളാണ്. ഇതുപോലത്തെ അടുത്ത മോളിക്യൂൾ ചേർത്ത് വെച്ചൊരു വലിയ മോളിക്യൂൾ ഉണ്ടാക്കാൻ പറ്റും. ദാറ്റ് ഈസ് കാൾഡ് നൈലോൺ 6. നൈലോൺ 6-നെയാണ് നമ്മൾ പെർലോൺ L എന്ന് പറയുന്നത്. നൈലോൺ 6-നെയാണ് നമ്മൾ പെർലോൺ L എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നൈലോൺ 610. നൈലോൺ 610 ഉണ്ടാക്കിയിരിക്കുന്നത് സെബേസിക് ആസിഡും ഹെക്സാമെത്തിലീൻ ഡയമീനോട് ചേർത്താണ്. സെബേസിക് ആസിഡും ഹെക്സാമെത്തിലീൻ ഡയമീനോട് ചേർത്താണ് നൈലോൺ 610 ഉണ്ടാക്കിയിരിക്കുന്നത്. ഹെക്സാമെത്തിലീൻ ഡയമീൻ. സെബേസിക് ആസിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CH2 8 എണ്ണം, COOH. ഇതിന്റെ N മോളിക്യൂളും. ഹെക്സാമെത്തിലീൻ ഡയമീൻ എന്ന് പറയുമ്പോൾ NH2, CH2 6, NH2. ഇതിന്റെ N മോളിക്യൂളോട് ചേർത്താണ് നൈലോൺ 610 ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ട് ഇതിനെ 610? ഇതൊരു ആർട്ടിഫിഷ്യൽ ത്രെഡ് ആണ്. എന്തുകൊണ്ട് ഇവിടെ 610 എന്ന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെക്സാമെത്തിലീൻ ഡയമീനിൽ ആകെ 6 കാർബൺ ഉണ്ട്. സെബേസിക് ആസിഡിൽ ആകെ 8 കാർബൺ ഉണ്ട്. CH2 ആകെ 8 കാർബൺ ഉണ്ട്. ഇവിടെ 2 COOH ഉണ്ട്. അപ്പൊ 10 കാർബൺ. ഇവിടത്തെ OH പോവും, ഇവിടത്തെ H പോവും. NH2-ന്ന് എപ്പോഴും H പോകണം, COOH-ന്ന് എപ്പോഴും ഏത് പോകണം? OH പോകണം. സോ CH2 8 എണ്ണം, CO, NH, CH2 6 എണ്ണം, NH, ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു പോളിമറാണ് നമുക്ക് കിട്ടുന്നത്. N ടൈംസ്. ഈ പോളിമറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നൈലോൺ 610. നൈലോൺ 610. ഇതിനെ നമ്മൾ CONH ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പോളി അമൈഡ് എന്ന് വിളിക്കും. This compound is also called polyamide. ഇനി നൈലോൺ 610 is a polymer formed from
സെബേസിക് ആസിഡ് ആണ് ഹെക്സാമെത്തിലീൻ ഡൈഅമീൻ. ഹെക്സാമെത്തിലീൻ ഡൈഅമീനും സെബേസിക് ആസിഡോട് ചേർത്തുണ്ടാക്കുന്ന പോളിമർ നൈലോൺ 610. ഇനി അടുത്ത നൈലോൺ 26. നൈലോൺ 26 എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ വേറെ രീതിയിലും പറയാം നൈലോൺ 2 നൈലോൺ 6, രണ്ടും തന്നെയാണ്. നൈലോൺ 2 നൈലോൺ 6 അതിൽ നമ്മൾ ഗ്ലൈസിൻ 6 അമിനോ ഹെക്സനോയിക് ആസിഡ് കൂടെ ചേർക്കും. 6 അമിനോ ഹെക്സനോയിക് ആസിഡ് കൂടെ ചേർക്കും. ഗ്ലൈസിനും 6 അമിനോ ഹെക്സനോയിക് ആസിഡ്. ഗ്ലൈസിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ CH2 NH2COH. ഇതിന്റെ N മോളിക്യൂൾസ് CH2 NH2 COH. സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ആണ്, ഏറ്റവും സിംപ്ലസ്റ്റ് അമിനോ ആസിഡ് ആണ് ഗ്ലൈസിൻ. ഗ്ലൈസിന് 6 അമിനോ ഹെക്സനോയിക് ആസിഡ്. ഹെക്സനോയിക് ആസിഡ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 ആറാമത്തത് COH കൊടുക്കും. അപ്പൊ COH നിന്ന് 1 നമ്പർ ചെയ്യാം. 1 2 3 4 5 6. 6 NH2 CH2 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 CH2. ഇതിന്റെ രണ്ടിന്റെ N മോളിക്യൂൾസ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ OH പോവും, ഇവിടുത്തെ H പോവും, ഇവിടുത്തെ H പോവും, ഇവിടുത്തെ ഏത് പോലെ OH പോവും. സോ കണക്ട് ചെയ്യുക NH CH2 CO NH CH2 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 CO ഇങ്ങനെ വരാം, ബ്രാക്കറ്റ് N ടൈംസ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നൈലോൺ 26. നൈലോൺ 26. This compound is called nylon 2 nylon 6. nylon 2 nylon 6 അല്ലെങ്കിൽ നൈലോൺ 26 എന്ന് പറയും. ഇതിനെയും നമ്മൾ CONH ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ഇതിനെയും നമ്മൾ വിളിക്കുന്ന പേര് എന്ത് തന്നെയാണ്? പോളി അമൈഡ് എന്ന് തന്നെയാണ് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്ത് തന്നെയാണ്? പോളി അമൈഡ് എന്നാണ്. കാരണം CONH ഗ്രൂപ്പുള്ള പോളിമറുകളെല്ലാം നമ്മൾ പോളി അമൈഡ് എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്ത പോളിമറുകളെ പോളി എസ്റ്റേഴ്സ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കോമ്പൗണ്ടുകളെല്ലാം നമ്മൾ പോളി എസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. കാരണം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കോമ്പൗണ്ടുകളെല്ലാം ഏത് ഗ്രൂപ്പ് ഉണ്ട്? COO ഗ്രൂപ്പ് ഉണ്ട്. COO ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ പോളി എസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതിൽ ആദ്യത്തെ പോളിമറാണ് ടെറിലീൻ. ടെറിലീൻ അല്ലെങ്കിൽ ഡാക്രോൺ എന്ന് പറയും. ടെറിലീൻ ഉണ്ടാക്കിയിരിക്കുന്നത് ടെറഫ്താലിക് ആസിഡും എത്തിലീൻ ഗ്ലൈക്കോളും കൊണ്ടാണ്. ടെറഫ്താലിക് ആസിഡ് പ്ലസ് എത്തിലീൻ ഗ്ലൈക്കോൾ. ടെറഫ്താലിക് ആസിഡ് എത്തിലീൻ ഗ്ലൈക്കോളോട് ചേർത്താണ് ടെറിലീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ടെറഫ്താലിക് ആസിഡിന്റെ ഫോർമുല ബെൻസീൻ. ബെൻസീന്റെ ഓപ്പോസിറ്റ് COH. ബെൻസീന്റെ ഓപ്പോസിറ്റ് പൊസിഷനിൽ COHന്റെ N മോളിക്യൂൾസ് വരുന്നു. എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുമ്പോൾ CH2 CH2 OH OH. ഇതിന്റെ രണ്ടിന്റെ N മോളിക്യൂൾ റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഒരു OHഉം ഇവിടുത്തെ ഒരു H കൂടെ ചെന്ന് വാട്ടർ ആവും. OH പോവും, OH ന്ന് H ഉം പോവും. സോ എന്താ, എന്നിട്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പൊ CO ബെൻസീൻ ഉണ്ട്, പിന്നെ CO, പിന്നെ ഇവിടെ ഒരു O ഉണ്ട്, CH2 CH2 O. ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു പോളിമർ N ടൈംസ്. ഈ പോളിമറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ടെറിലീൻ. ഈ പോളിമർ നമ്മൾ വിളിക്കുന്ന പേര് ടെറിലീൻ. അപ്പൊ ടെറിലീൻ ഉണ്ടാക്കിയിരിക്കുന്ന ഏതൊക്കെ ചേർത്താണ്? ടെറഫ്താലിക് ആസിഡും എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് ചേർത്താണ്. ഇതിൽ COO ഗ്രൂപ്പ് ഇല്ല. COO ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ എന്ത് ഞാൻ വിളിച്ചത്? പോളി എസ്റ്റേഴ്സ് എന്ന് ഞാൻ വിളിച്ചത്. ക്ലിയർ അല്ലേ? അടുത്തൊരു പോളി എസ്റ്റർ നമുക്ക് പരിചയപ്പെടാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഗ്ലിപ്റ്റാൾ എന്നാണ്. ഗ്ലിപ്റ്റാൾ എന്ന് പറയുന്നത് എത്തിലീൻ ഗ്ലൈക്കോളും താലിക് ആസിഡും കൂടെ ചേരും. എത്തിലീൻ ഗ്ലൈക്കോള് പ്ലസ് താലിക് ആസിഡ്. PH സൈലന്റ് ആണ് കേട്ടോ. താലിക് ആസിഡ്. എത്തിലീൻ ഗ്ലൈക്കോളും താലിക് ആസിഡും ചേരും. എത്തിലീൻ ഗ്ലൈക്കോളിന്റെ ഫോർമുല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് OH CH2 CH2 OH. എത്തിലീൻ ഗ്ലൈക്കോൾ. ഇതിന്റെ N മോളിക്യൂൾ ചേരുന്നു. താലിക് ആസിഡ് എന്ന് പറയുമ്പോൾ ബെൻസീനിൽ അടുത്തടുത്ത പൊസിഷനിൽ COH. ബെൻസീനിൽ അടുത്തടുത്ത പൊസിഷനിൽ COH. ഇവിടെ ഒരു COH, ഇവിടെ ഒരു COH. ഇതിന്റെ രണ്ടിന്റെ N മോളിക്യൂൾസ് റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്യുന്ന സമയത്ത് H OH ചെന്ന് വാട്ടർ ആവും. ഇവിടത്തെ H പോവും, ഇവിടത്തെ എന്ത് പോവും? OH പോവും. എന്നിട്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പം O CH2 CH2
ഓയും സിഒയുടെ ചേരുമ്പോൾ എന്താവും? COO, ബെൻസീൻ റിങ്, CO, ഇങ്ങനെ നീണ്ടു പോകും. ഈ ഓയി ഈ സിഒയുടെ ചേരുമ്പോൾ COO ആവും. അതായത് ഈ O വന്ന് ഇവിടെ തന്നെ അറ്റാച്ച് ചെയ്യും. പിന്നെ ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു പോളിമർ. ഇവിടെ നമുക്ക് COO ഗ്രൂപ്പ് ഇല്ല. COO ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഇതും പോളിയെസ്റ്റർ ആണ്. ഇതിനെ ഗ്ലിപ്റ്റാൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ദിസ് കോമ്പൗണ്ട് ഈസ് കാൾഡ് ഗ്ലിപ്റ്റാൾ. ദിസ് കോമ്പൗണ്ട് ഈസ് കാൾഡ് ഗ്ലിപ്റ്റാൾ. ഇനി അടുത്തതെന്ന് പറയുന്നത് PGA. PGA എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിഗ്ലൈക്കോളിക് ആസിഡ് എന്നാണ് വിളിക്കുന്നത്. പോളിഗ്ലൈക്കോളിക് ആസിഡ് എന്നാണ് വിളിക്കുന്നത്. ഒരു ബയോഡിഗ്രേഡബിൾ പോളിമറാണ്. ഇതൊരു ബയോഡിഗ്രേഡബിൾ പോളിമറാണ്. അപ്പൊ എന്താണ് ബയോഡിഗ്രേഡബിൾ പോളിമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയറില് ബാക്ടീരിയാസുമായിട്ടോ എയറുമായിട്ടോ ഒക്കെ കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡീകമ്പോസ് ചെയ്ത് പോകുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബയോഡിഗ്രേഡബിൾ പോളിമർ എന്ന് വിളിക്കുന്നത്. ഓർത്തോണം, ബയോഡിഗ്രേഡബിൾ പോളിമർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അറ്റ്മോസ്ഫിയറിലെ വാട്ടറുമായിട്ടോ മണ്ണുമായിട്ടോ എയറുമായിട്ടോ ഒക്കെ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഡീകമ്പോസ് ചെയ്യുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിഗ്രേഡ് ചെയ്ത് പോകുന്ന വസ്തുക്കളെയാണ് ബയോഡിഗ്രേഡബിൾ പോളിമർ എന്ന് വിളിക്കുന്നത്. PGA ഉണ്ടാക്കണമെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡും ലാക്റ്റിക് ആസിഡും കൂടെ ചേർക്കണം. ഗ്ലൈക്കോളിക് ആസിഡ് പ്ലസ് ലാക്റ്റിക് ആസിഡ് ചേർക്കണം. ഗ്ലൈക്കോളിക് ആസിഡും ലാക്റ്റിക് ആസിഡും ചേർക്കണം. ഗ്ലൈക്കോളിക് ആസിഡിന്റെ ഫോർമുല OH, CH2COOH. ഇതിന്റെ N മോളിക്യൂൾസ് ലാക്റ്റിക് ആസിഡുമായി ചേരുന്നു. ലാക്റ്റിക് ആസിഡിന്റെ ഫോർമുല OH, CH3COH. ഇതിന്റെ N മോളിക്യൂൾസ് വരെ ചേരുന്നു. അപ്പോൾ ഉണ്ടാവുന്നതാണ് പോളിഗ്ലൈക്കോളിക് ആസിഡ്. ഇവിടുത്തെ OH ഇവിടുത്തെ H കൂടെ ചേർന്ന് വാട്ടർ ആവും. ഇവിടുത്തെ OH H പോവും, ഇവിടുത്തെ COH OH പോവും. അപ്പോൾ OCH2CO, COO, CH3CO ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു പോളിമർ ഉണ്ടാവും. ഇത് N ടൈംസ് ആണ്. ഇവിടെ COO ഗ്രൂപ്പ് ഉണ്ട്. COO ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് ഇതും പോളിയെസ്റ്റർ ആണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് PGA, പോളിഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയും. ഇനി PHBV എന്ന് പറയുന്ന മറ്റൊരു പോളിമർ ഉണ്ട് കേട്ടോ. PHBV എന്ന് പറയുന്ന മറ്റൊരു പോളിമർ ഉണ്ട്. PHBV. എന്താണ് PHBV എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളി ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടൈറേറ്റ് കോ ബീറ്റ ഹൈഡ്രോക്സി വലറേറ്റ്. അപ്പോൾ പോളി ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടൈറേറ്റ് കോ ബീറ്റ ഹൈഡ്രോക്സി വലറേറ്റ്. ഇതിനെ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ 3-ഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡും 3-ഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡ്. 3-ഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. CH3CH2COOH, ഇവിടെ OH. 3-ഹൈഡ്രോക്സി ബ്യൂട്ടനോയിക് ആസിഡിന്റെ N മോളിക്യൂൾസും 3-ഹൈഡ്രോക്സി പെന്റനോയിക് ആസിഡിന്റെ N മോളിക്യൂൾസും. 3-ഹൈഡ്രോക്സി പെന്റനോയിക് ആസിഡിന്റെ N മോളിക്യൂൾസും ചേരുമ്പോൾ, അതായത് CH3 പെന്റനോയിക് ആസിഡ് അല്ലേ, 1 2 CH2 COOH, 1 2 3 CH2 CH3, മുകളിലോട്ടൊരു CH2 CH3. 3-ഹൈഡ്രോക്സി ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ OH കൊടുക്കണം. ഇതിന്റെ N മോളിക്യൂൾസ്, രണ്ടിന്റെ N മോളിക്യൂൾസ് ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് PHBV. ഇവിടെ OH പോവും, ഇവിടത്തെ H പോവും, ഇവിടത്തെ OH-ലെ H പോവും, ഇവിടത്തെ എന്തോ COH OH പോവും. O CH CH3 CH2 COയും Oയുടെ ചേരുമ്പോൾ ഉണ്ടാവും COO, CH CH2 CH3 CH2 CO, ഇങ്ങനെ നീണ്ട് N ടൈംസ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് PHBV എന്നാണ്. ഇവിടെ COO ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ഇതിനെയും വിളിക്കുന്ന പേര് എന്ത് തന്നെയാണ്? പോളിയെസ്റ്റേഴ്സ് എന്ന് തന്നെയാണ് നമ്മൾ ഇതിനെയും വിളിക്കുന്നത്. പോളിയെസ്റ്റേഴ്സ് എന്ന് തന്നെയാണ് ഇതിനെയും വിളിക്കുന്നത്. COO ഗ്രൂപ്പുള്ള കോമ്പൗണ്ടുകളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പോളിയെസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഈ PHBV എന്ന് പറയുന്ന വസ്തുവും എന്താണ്? ഒരു ബയോഡിഗ്രേഡബിൾ പോളിമർ ആണ്.
ഇനി നമുക്ക് ഫീനോളും ഫോർമാൽഡിഹൈഡും ചേർന്നുണ്ടാകുന്ന രണ്ട് കോമ്പൗണ്ടുകൾ നോക്കാം. ഫീനോളും ഫോർമാൽഡിഹൈഡും ചേർന്നുണ്ടാകുന്ന രണ്ട് കോമ്പൗണ്ടുകളാണ്. ഒന്ന് നോവ്ലാക്ക്, രണ്ട് ബേക്ക്ലൈറ്റ്. എന്താണ് നോവ്ലാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ പോളിമർ ഓഫ് ഫീനോൾ ആൻഡ് ഫോർമാൽഡിഹൈഡ്. ഫീനോൾ ഫോർമാൽഡിഹൈഡും ചേരുമുണ്ടാകുന്ന ലീനിയർ പോളിമർ ആണ് നോവ്ലാക്ക്. ഫീനോൾ ഫോർമാൽഡിഹൈഡും ചേരുമുണ്ടാകുന്ന ബ്രാഞ്ചഡ് പോളിമർ ആണ് ബേക്ക്ലൈറ്റ്. അപ്പോൾ നോവ്ലാക്ക് എന്ന് പറയുന്നത് ലീനിയർ പോളിമർ ആണ്. ബേക്ക്ലൈറ്റ് എന്ന് പറയുന്നത് എന്ത് പോളിമർ ആണ്? ബ്രാഞ്ചഡ് പോളിമർ ആണ്. നോവ്ലാക്ക് ലീനിയർ പോളിമർ ആണ്. ബേക്ക്ലൈറ്റ് എന്ന് പറയുന്നത് എന്ത് പോളിമർ ആണ്? ബ്രാഞ്ചഡ് പോളിമർ ആണ്. നോക്കാം നമുക്ക്. ആദ്യം ഫീനോള് ഫോർമാൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. ഫോർമാൽഡിഹൈഡിന്റെ ഫോർമുല CH2O എന്നാണ്. ഫോർമാൽഡിഹൈഡിന്റെ ഫോർമുല CH2O എന്നാണ്. ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എല്ലാം H ഉണ്ട്. CH2O എന്ന് പറയുന്നത് ഈ Hനും കാർബണിനും ഇടയിലോട്ടായിട്ട് കയറും. അല്ലെങ്കിൽ ഇവിടെ കയറാം, അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലോട്ട് കയറാം. അപ്പൊ ബെൻസീൻ OH, ഇവിടെ H ഉണ്ട്, ഇതിന്റെ ഇടയിലോട്ട് CH2O കയറുന്നു. CH2OH പ്ലസ് ബെൻസീൻ OH, ഇവിടെ ഒരു H ഉണ്ട്, ഇതിന്റെ ഇടയിലോട്ട് CH2O കയറുന്നു, CH2OH. ഇങ്ങനെ ഒരുപാട് ടൈപ്പ്, ഒരു മിക്സ്ചർ ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ടാവും ആദ്യം. അപ്പൊ ഫീനോളും ഫോർമാൽഡിഹൈഡും ചേർന്നുണ്ടാകുന്ന പോളിമറുകൾ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഫീനോൾ ഫോർമാൽഡിഹൈഡ് ചേർക്കണം. അപ്പൊ CH2OHന്റെ ബെൻസീൻ OH CH2OH, ബെൻസീൻ OH CH2OH, ബെൻസീൻ OH ഓപ്പോസിറ്റ് CH2OH, ഇങ്ങനെ കുറെ കോമ്പൗണ്ട് ഉണ്ടാവും. ഇതിലെ ഈ ഒരു കോമ്പൗണ്ട്, അതായത് ബെൻസീൻ OH CH2OH, ഇതിന്റെ തന്നെ കുറെ അധികം മോളിക്യൂളുകൾ, OH CH2OH, ബെൻസീൻ OH CH2OH, ബെൻസീൻ OH CH2OH, ഇവർ തമ്മിൽ അടുത്തടുത്ത് വരികയാണെങ്കിൽ ഒരേ ടൈപ്പ് കുറെ അധികം മോളിക്യൂളുകൾ ചേരുന്ന സമയത്ത് എല്ലാത്തിന്റെയും ഇവിടെ നിന്ന് OH പോകും. ഈ ഒരു പൊസിഷനിൽ നിന്ന് OH കണ്ടൻസേഷൻ വഴിയൊക്കെയാണ് പോണത്. മെക്കാനിസം ഒന്നും വേണ്ട. എന്നിട്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്യും. കണക്ട് ചെയ്യുമ്പോൾ ഒരു നീണ്ടു പോകുന്ന ഒരു വലിയൊരു പോളിമർ നമുക്ക് കിട്ടും. ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു വലിയ പോളിമർ കിട്ടും. ദാറ്റ് ഈസ് കാൾഡ് നോവ്ലാക്ക്. ആ പോളിമർ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? നോവ്ലാക്ക്. ഇനി ഇതുപോലത്തെ ഒരു പോളിമർ, ഇതുപോലത്തെ ഇപ്പോ ബെൻസീൻ OH CH2, ബെൻസീൻ OH CH2, ബെൻസീൻ OH CH2, ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു പോളിമർ അവിടെ ഉണ്ട്. ഇതുപോലത്തെ വേറൊരു പോളിമർ കൂടെ വരികയാണെന്ന് വെച്ചോളൂ. ബെൻസീൻ OH CH2, ഞാൻ മുകളിൽ വരച്ചിരിക്കുന്ന പോളിമർ തലതിരിച്ച് വരച്ചേക്കുന്നു കേട്ടോ. ബെൻസീൻ CH2, ബെൻസീൻ CH2, ഇവിടെ എല്ലാം OH ഉണ്ട്. ഇങ്ങനെ രണ്ട് ചെയിനുകൾ വരികയാണ്. ആ രണ്ട് ചെയിനുകൾ ഒരു CH2 ഗ്രൂപ്പ് വഴി കണക്ട് ചെയ്യണമെന്ന് വെച്ചു. ഈ രണ്ട് ചെയിനുകളിലെ എല്ലാ ബെൻസീൻ റിങ്ങുകളും ഒരു CH2 ഗ്രൂപ്പ് വഴി കണക്ട് ചെയ്യണ ഒരു നെറ്റ്വർക്ക് പോളിമർ കിട്ടിയില്ല, ഒരു ക്രോസ് ലിങ്ക്ഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ഒക്കെ ഉള്ള ഒരു നെറ്റ്വർക്ക് ഉള്ള ഒരു ബ്രാഞ്ച് ഒക്കെ ഉള്ള പോളിമർ കിട്ടിയില്ല. ഇങ്ങനെയുള്ള പോളിമർ നീണ്ടു പോകുന്ന സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേക്ക്ലൈറ്റ്. ബേക്ക്ലൈറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ബേക്ക്ലൈറ്റ് എന്ന് പറയുന്നത് ഫീനോളും ഫോർമാൽഡിഹൈഡൂടെ ചേർന്നുണ്ടാകുന്ന പോളിമേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബേക്ക്ലൈറ്റ് എന്ന് വിളിക്കുന്നു. ഇതെല്ലാം ഫീനോൾ ഫോർമാൽഡിഹൈഡ് ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടുകളെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിയയും ഫോർമാൽഡിഹൈഡൂടെ ചേരുമ്പോൾ, യൂറിയ ഫോർമാൽഡിഹൈഡ്, അതിന്റെ ഫോർമുല നിങ്ങൾ പഠിക്കേണ്ട. യൂറിയയും ഫോർമാൽഡിഹൈഡൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന പോളിമർ എന്ന് മാത്രം പഠിച്ചാൽ മതി. യൂറിയയുടെ ഫോർമുല NH2CO NH2 എന്നാണ്. ഫോർമാൽഡിഹൈഡിന്റെ ഫോർമുല CH2O എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് HCHO എന്നും എഴുതാം. രണ്ട് ഫോർമാൽഡിഹൈഡിന്റെ ഫോർമുലയാണ് കേട്ടോ. CH2O എന്ന് എഴുതാം, HCHO എന്ന് എഴുതാം. ഈ CH2 അല്ലെങ്കിൽ HCHO യൂറിയയുമായിട്ട് ചേരുമ്പോൾ ഉണ്ടാകുന്ന പോളിമറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂറിയ ഫോർമാൽഡിഹൈഡ് റെസിൻ. യൂറിയ ഫോർമാൽഡിഹൈഡ് റെസിൻ എന്ന് വിളിക്കും. യൂറിയ ഫോർമാൽഡിഹൈഡ് റെസിൻ എന്ന് വിളിക്കും. ഇനി എത്തിലീൻ ഡൈക്ലോറൈഡും എത്തിലീൻ ഡൈക്ലോറൈഡിന്റെ സ്ട്രക്ചർ CH2CH2 Cl. എത്തിലീൻ ഡൈക്ലോറൈഡ് എന്ന് പറയുന്ന മോളിക്യൂളും
Na2S4 എന്ന് പറയുന്ന മോളിക്യൂൾ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് സോഡിയം ടെട്രാസൾഫൈഡ് എന്നാണ്. സോഡിയം ടെട്രാസൾഫൈഡ് എന്നാണ്. ഈ രണ്ട് മോളിക്യൂൾസ് ആണ് പരസ്പരം ചേരുന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന പോളിമർ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പോളിമറിന്റെ സ്ട്രക്ചർ മാത്രം കാണാൻ പഠിച്ചിരിക്കുക. CH2 S ബ്രാക്കറ്റ് n ടൈംസ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് തയോക്കോൾ എന്നാണ്. തയോക്കോൾ, THIOKOL, തയോക്കോൾ എന്നാണ് വിളിക്കുന്നത്. CH2 4 സൾഫർ n ടൈംസ്, തയോക്കോൾ എന്നാണ് വിളിക്കുന്നത്. ഇനി ഒരു പോളിമറും കൂടെ ഉണ്ട്, മെലാമിൻ മെലാമിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടും. മെലാമിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ബെൻസീൻ കളക്കിരിക്കും. പക്ഷെ ഈ പൊസിഷന് ഒന്നരയുടെ പൊസിഷനിൽ നൈട്രജൻ, ഇവിടെ നൈട്രജൻ, കാർബൺ ഒന്നും കാണൂല. ഈ ഒരു പൊസിഷനിൽ NH2 ഗ്രൂപ്പ്, ഈ ഒരു പൊസിഷനിൽ NH2 ഗ്രൂപ്പ്, ഈ ഒരു പൊസിഷനിൽ NH2 ഗ്രൂപ്പ്. ഇതാണ് മെലാമിൻ എന്ന് പറയുന്നത്. മെലാമിന് ഫോർമാൽഡിഹൈഡ് കൂടെ ചേരും. ഫോർമാൽഡിഹൈഡിന്റെ ഫോർമുല CH2O ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. CH2O കൂടെ ചേരും. CH2O കൂടെ ചേരുമ്പം എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിൽ റിയാക്ഷനിൽ ഏർപ്പെട്ട്, കണ്ടൻസേഷൻ റിയാക്ഷനിലൊക്കെ ഏർപ്പെട്ട്, മെക്കാനിസം ഒന്നും വേണ്ട, ബെൻസീൻ അവസാനത്തെ പ്രൊഡക്റ്റ് മാത്രം പഠിച്ചാൽ മതി. N ഇവിടത്തെ ഒരു H കളയുക, NHന്റെ ഒരു H കളയുക, താഴത്തെ ഒരു H കളയുക, ഇവിടത്തെ ഒരു H കളയുക, എന്നിട്ട് ഈ CH2O കണക്ട് ചെയ്ത് CH2 n ടൈംസ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ എന്നാണ്. കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമുക്കറിയാം പോളിമറുകൾ എന്ന് പറയുന്നത് വലിയ മോളിക്യൂൾസ് ആണ്. വലിയ മോളിക്യൂൾസ് ആകുമ്പോൾ അതിന്റെ മോളിക്കുലർ മാസ് എങ്ങനെയായിരിക്കും? വളരെ കൂടുതലായിരിക്കും. മോളിക്കുലർ മാസ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പല മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഒന്നാമത്തെ മെത്തേഡാണ് M/N. M/N എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ആവറേജ് മോളിക്കുലർ മാസ് എന്ന് പറയും. അതായത് സാധാരണ നമുക്ക് മോളിക്കുലർ മാസ് പറയാൻ പറ്റൂല. കാരണം എന്താണ്? വലിയ മോളിക്യൂൾസ് ആകുമ്പോൾ നമുക്കൊരു കറക്റ്റ് മോളിക്കുലർ മാസ് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒന്ന് രണ്ട് ടേമുകൾ ഉപയോഗിച്ചിട്ടാണ് മോളിക്കുലർ മാസ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ടേമാണ് മോളിക്കുലർ മാസ്. പോളിമറുകളുടെ മോളിക്കുലർ മാസ് റെപ്രസെന്റ് ചെയ്യാനുള്ള ഒന്നാമത്തെ ടേമാണ് നമ്പർ ആവറേജ് മോളിക്കുലർ മാസ്, അല്ലെങ്കിൽ M/N. M/N എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ കുറെ മോണോമേഴ്സ് ഉണ്ടെന്ന് വെച്ചോ. ആദ്യത്തെ ടൈപ്പ് മോണോമേഴ്സിന്റെ എണ്ണം N1 ആണ്. ഇപ്പൊ 3 ടൈപ്പ് മോണോമർ ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ ആദ്യത്തെ ടൈപ്പ് മോണോമറിന്റെ എണ്ണം N1-ഉം അതിന്റെ മോളിക്കുലർ മാസ് M1 ആണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ടൈപ്പ് മോണോമറിന്റെ എണ്ണം N2-ഉം അതിന്റെ മോളിക്കുലർ മാസ് M2 ആണെന്ന് വിചാരിക്കുക. മൂന്നാമത്തെ ടൈപ്പ് മോണോമറിന്റെ എണ്ണം N3-യും അതിന്റെ മോളിക്കുലർ മാസ് M3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ M/N എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മോണോമറുകളുടെയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ അതിന്റെ മോളിക്കുലർ മാസ് കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. എന്നിട്ട് അതെല്ലാം കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ദ ഹോൾ ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 പ്ലസ് N3, ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്പർ ആവറേജ് മോളിക്കുലർ മാസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ? എത്ര മോണോമറുകൾ ഉണ്ടോ അതിന്റെ എല്ലാം നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ അതാതിന്റെ മോളിക്കുലർ മാസ് കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടെ സം എടുത്തതിന് ശേഷം ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് I ആണ്, ഓരോന്നിന്റെ മോളിക്കുലർ മാസ് Mi ആണെന്ന് വിചാരിക്കുക. അപ്പോൾ Σni എടുത്തതിന് ശേഷം ഡിവൈഡ് ബൈ Σni എടുക്കും. ദാറ്റ് വിൽ ബി നമ്പർ ആവറേജ് മോളിക്കുലർ മാസ്, അല്ലെങ്കിൽ M/N. ഇനി വെയിറ്റ് ആവറേജ് മോളിക്കുലർ മാസ് ഉണ്ട് കേട്ടോ, M/W. M/W is equal to M/W എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോന്നിന്റെ വെയിറ്റിനെ, നമ്പറിന് പകരം വെയിറ്റ് എടുക്കും. ഓരോന്നിനെയും വെയിറ്റിനെ അതിന്റെ മോളിക്കുലർ മാസ് കൊണ്ട് ഇൻഡ്യൂ. അപ്പൊ W1 M1 പ്ലസ് W2 M2 പ്ലസ് W3 M3 ഡിവൈഡഡ് ബൈ W1 പ്ലസ് W2 പ്ലസ് W3. അപ്പൊ വെയിറ്റ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് പകരം ഓരോ മോളിക്യൂളിന്റെയും വെയിറ്റിനെ അതിന്റെ മോളിക്കുലർ മാസ് കൊണ്ടാണ് ഇൻഡ്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന മോളിക്കുലർ മാസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെയിറ്റ് ആവറേജ് മോളിക്കുലർ മാസ്. M/W is called വെയിറ്റ് ആവറേജ് മോളിക്കുലർ മാസ്. വെയിറ്റ് ആവറേജ് മോളിക്കുലർ മാസ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, Σ/Wi Mi ഡിവൈഡഡ് ബൈ Σ/Wi. I എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ith പാർട്ടിക്കിൾ, ith മോണോമർ.
MI എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് ഓഫ് ith മോണോമർ. ഇതിനെ വേറെ രീതിയിൽ നമ്മൾ പറയാം. ഇതിനെ അതിന്റെ കൺവെർഷൻ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. സിഗ്മ NI സ്ക്വയർ ഡിവൈഡഡ് ബൈ സിഗ്മ NI എന്നും പറയാം. സിഗ്മ NI എന്നും പറയാം. ഓക്കെ, അപ്പോ പോളിമേഴ്സിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനുള്ള രണ്ട് ഇക്വേഷനുകളാണ്. ഒന്ന് നമ്പർ ആവറേജ് മോളിക്കുലാർ മാസ്, രണ്ട് വെയിറ്റ് ആവറേജ് മോളിക്കുലാർ മാസ്. നമ്പർ ആവറേജ് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാൻ ഓരോ മോണോമറുകളുടെയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അതിന്റെ മോണോമർ ഇൻഡു ചെയ്യുക. അങ്ങനെ എല്ലാ മോണോമറിന്റെയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ മോളിക്കുലാർ മാസ് കൊണ്ട് ഇൻഡു ചെയ്തതിനു ശേഷം എല്ലാം ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡ് ചെയ്യണം. വെയിറ്റ് ആവറേജ് മോളിക്കുലാർ മാസ് ആകുമ്പോൾ എല്ലാത്തിന്റെയും വെയിറ്റിനെ അതിന്റെ മോളിക്കുലാർ മാസ് കൊണ്ട് ഇൻഡു ചെയ്യുക, എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്തെടുത്ത് ന്യൂമറേറ്റർ എഴുതുക, എന്നിട്ട് ടോട്ടൽ വെയിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിന് കണ്ടുപിടിക്കാനുള്ള വേറൊരു ഇക്വേഷൻ ആണ് സിഗ്മ NI സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ്മ NI. സിഗ്മ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എപ്പോഴും എല്ലാ മോളിക്യൂളുകൾക്കും വെയിറ്റ് ആവറേജ് മോളിക്കുലാർ മാസ്, എല്ലാ പോളിമറുകൾക്കും വെയിറ്റ് ആവറേജ് മോളിക്കുലാർ മാസും കാണും, നമ്പർ ആവറേജ് മോളിക്കുലാർ മാസും കാണും. ഇതിന് രണ്ടിന്റെ റേഷ്യോ എടുക്കുമ്പോൾ വി ആർ ഗെറ്റിംഗ് എ നമ്പർ. നമുക്ക് എപ്പോഴും ഒരു നമ്പർ കിട്ടും. ദാറ്റ് നമ്പർ ഇസ് കാൾഡ് PDI. ആ നമ്പറിനെയാണ് നമ്മൾ PDI എന്ന് പറയുന്നത്. എന്താണ് PDI എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളി ഡിസ്പേഴ്സിറ്റി ഇൻഡെക്സ് എന്ന് വിളിക്കും. പോളി ഡിസ്പേഴ്സിറ്റി ഇൻഡെക്സ് എന്നാണ് നമ്മൾ PDI വിളിക്കുന്നത്. PDI എന്ന് പറയുന്നത് ഒന്നാണെങ്കിൽ അത് സിന്തറ്റിക് പോളിമർ ആയിരിക്കും, അത് ആർട്ടിഫിഷ്യലി പ്രിപ്പയർ ചെയ്യുന്ന പോളിമർ ആയിരിക്കും. PDIയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് നാച്ചുറൽ പോളിമർ ആയിരിക്കും. അപ്പോ പോളി ഡിസ്പേഴ്സിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വെയിറ്റ് ആവറേജ് മോളിക്കുലാർ മാസ് ടു നമ്പർ ആവറേജ് മോളിക്കുലാർ മാസ്. ഇഫ് PDI is 1 then it is synthetic polymer. If PDI is greater than 1 then it is natural polymer. ഇത്രയാണ് നിങ്ങൾക്ക് പോളിമർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്.